ഷലോം. ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നേരത്തെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് എണീറ്റ് പോയതാ. തനിയെ അത് ഓഫായി പോയെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ തനിയെ ലൈവ് നിൽക്കുന്നത് തന്നെ. ഓക്കെ, എനിവേ, വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം ഷബാത്താണ്. അപ്പോൾ ഷബത്ത് ആചരിക്കുന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഷബാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ബൈബിൾ കയ്യിലുള്ള എല്ലാവരും തന്നെ ഷബാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ഷബത്ത് ആചരിക്കുകയും ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് ക്രിസ്ത്യാനികൾ അറിയാതെ പോയത് നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ ഉപദേശിമാരും നിങ്ങളെ ആത്മീയതയിൽ നടത്തുന്ന ഗുരുക്കന്മാരുമായിട്ടുള്ളവർ നിങ്ങൾക്കത് പറഞ്ഞു തരാത്തതിൻ്റെ ഒറ്റ കാരണത്താലാണ്, നിങ്ങൾക്കത് പഠിപ്പിച്ചു തരാത്തതിൻ്റെ ഒറ്റ കാരണത്താലാണ് നിങ്ങൾക്കത് എന്താണെന്ന് പോലുള്ള അറിവ് പോലും ഇല്ലാതെ പോയതെന്നുള്ളത് മനസ്സിലാക്കിക്കോ. ഷബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം ശനിയാഴ്ച എന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ സാറ്റർഡേ എന്ന് പറയും. അപ്പോൾ ശനിയാഴ്ച ദിവസത്തെ ഓർത്ത് ആചരിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അനുസരിക്കുവാനോ അതിനെ ഓർമ്മിക്കുവാനോ അതിനെ ആചരിക്കുവാനോ ക്രിസ്ത്യാനിക്ക് കഴിയാതെ പോയത് അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അനേകര്, ഒരുപാട് പേര് ഇന്ന് ശബത്ത് പല രാജ്യങ്ങളിലായിരുന്നു കൊണ്ട്, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ശബത്ത് ആചരിക്കുന്നവരുണ്ട്. അവർ വീടുകളിൽ വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള സമയം ശബത്തിനായി വേർതിരിക്കുകയും ശബത്തിന് മുൻകൂറെ ഭക്ഷണങ്ങൾ തയ്യാറാക്കി മേശകൾ ഒരുക്കി വളരെ അനുഗ്രഹീതമായി സന്തോഷത്തോടു കൂടി ശബത്ത് ആചരിക്കുന്നവരുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂമി ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും യുദ്ധത്തിന്റെ അന്തരീക്ഷമാണ്. യുദ്ധഭീതി എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ കരം ഇസ്രായേലിന്റെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഭീതി എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം ഇസ്രായേലിൽ ഇല്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ദൈവം ഇസ്രായേലിന്റെ പരിപാലകനായിട്ട് ഉറങ്ങാതെയും മയങ്ങാതെയും ദൈവം ഇസ്രായേലിനോട് ഒപ്പം തന്നെയുണ്ട്. ഈനെ ഈനെ ലോയോനോം ലോയോനോമേ ലോയിഷാൻ ലോയോനോമേ ലോയിഷാൻ ഷോമർ ഇസ്രായേൽ. ഈനെ ഈനെ ലോയോനോം ലോയോനോമേ ലോയിഷാൻ ലോയോനോമേ ലോയിഷാൻ ഷോമർ ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങാതെ മയങ്ങാതെ ഇസ്രായേലിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ലോകത്ത് ഒരു കുഞ്ഞു രാജ്യമാണ്. ലോകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത എന്ന് പറയുന്നത്, ഇസ്രായേലിലെ ജനം എന്ന് പറയുന്നത് യഹൂദന്മാരാണ്. ഈ യഹൂദന്മാരെന്ന് പറയുന്നത് ലോകത്തിൽ ചിതറിക്കിടക്കുകയാണ്. ഇവരുടെ ജനസംഖ്യ, ലോകത്തിൽ ചിതറിക്കിടക്കുന്ന യഹൂദന്മാരുടെ ജനസംഖ്യ കണക്കുകൂട്ടിയാൽ പോലും 1 കോടിയോളം വരുന്ന ജനസംഖ്യ മാത്രമേ ഇസ്രായേലിലുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കോ. പക്ഷേ ഈ 1 കോടിയോളം വരുന്ന യഹൂദന്മാരെ 300 കോടിയോളം വരുന്ന ആളുകൾ ഭയപ്പെടുന്നു, ഭീതി ഉണ്ടാകുന്നു. 700 കോടിയോളം വരുന്ന ജനങ്ങളിൽ 300 കോടിയോളം വരുന്ന ജനം എന്ന് പറയുന്നത് തന്നെ ഇസ്ലാം സമൂഹത്തിൽ ഉള്ളവരാണ്. ഈ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവർ യഹൂദന്മാരായിരിക്കുന്ന 1 കോടി വരുന്ന ജനത്തെ മുച്ചൂട് മുടിക്കാൻ വേണ്ടി രാവും പകലും കിടന്ന് എല്ലാവിധത്തിലും അധ്വാനം നടത്തുകയാണ്. എങ്ങനെയെല്ലാം ഇസ്രായേലിനെ മുടിക്കാൻ പറ്റുമോ, എങ്ങനെയെല്ലാം തീർത്ത് കളയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വളരെ പദ്ധതി തയ്യാറാക്കുമ്പോഴും അതിന് അവർക്ക് സാധിക്കുന്നില്ല എന്ന് കരുതുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരെ മുടിക്കാൻ പറഞ്ഞതാരാണ്? അവരുടെ ദൈവമാ പറഞ്ഞത്. ഇസ്രായേലിനെ മുടിച്ചു കളയണമെന്നും ഇസ്രായേലിനെ തീർത്തു കളയണമെന്നും യഹൂദനെ മുച്ചൂട് മുടിക്കണമെന്നും അതിൽ ഒരുവിനെ പോലും അവശേഷിപ്പിക്കരുതെന്ന് പറഞ്ഞു ഇവർക്ക് കൽപ്പന കൊടുത്തതാരാണ്? അവരുടെ ദൈവമാണത് കൊടുത്തത്. ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്ന അവരുടെ ദൈവമാണ് അവർക്ക് ഈ ഒരു കൽപ്പന കൊടുത്തിരിക്കുന്നത്, അവരെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ടും അവരുടെ ദൈവം വിചാരിച്ചിട്ട് പോലും അത് നടക്കുന്നില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയ സഹോദരങ്ങൾ. ഇസ്രായേൽ എവിടെ കിടക്കുന്നു? അവരുടെ ദൈവത്തോട് 1500 വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ചെന്നിട്ട് പ്രാർത്ഥിക്കും, ഇസ്രായേലിനെ മുടിച്ചു കളയണേ, ഇസ്രായേലിനെ തീർത്തു കളയണേ, മഹാമാരിയിൽ അവരെ കൊന്നൊടുക്കണേ, അവരെ നശിപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞ് രാവും പകലും കുത്തിയിരുന്ന് പ്രാർത്ഥനയാണ്. എന്നിട്ട് പോലും അവരുടെ ദൈവം വിചാരിച്ചിട്ട് പോലും ഇസ്രായേലിനെ ഒരു കല്ലിട്ട് പോലും
നശിപ്പിക്കുവാനായിട്ട്, ഒരു കല്ലുകൊണ്ട് പോലും ഇസ്രായേലിനെ ഉപദ്രവിക്കുവാൻ അവരുടെ ദൈവത്തിന് കഴിവില്ല, കപ്പാസിറ്റി ഇല്ല. പിന്നെയോ അവരുടെ ദൈവത്തിന്റെ ഒരു തള്ളു മാത്രമുണ്ട്. എന്തുവാ? നിങ്ങൾ പോയി യുദ്ധം ചെയ്യുക, അന്തിമ വിജയം നിങ്ങൾക്കുള്ളതാണ്. ഈ അന്തിമ വിജയം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ തൂങ്ങിയാടുന്ന വാഴക്കുലയാണ് എന്തുവാ ഇസ്ലാമിക സമൂഹം എന്നുള്ളത് മനസ്സിലാക്കിക്കോ. ഈ അന്തിമ വിജയം എന്ന് പറയുന്ന ഈ അന്തിമ വിജയം തലാഹൂന് എന്ന് പറയുന്ന ഒന്നിൽ തൂങ്ങിയാടുന്ന ഒരു വാഴക്കുല മാത്രമാണ് ഇസ്ലാമിക സമൂഹം. ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തോട് പകയോടുകൂടിയും ഈ രാജ്യത്തോട് വെറുപ്പോടുകൂടിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന എല്ലാ മുസ്ലിങ്ങളെയും ഞാൻ പറയത്തില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ നല്ല എന്താ പറയുന്ന മൈൻഡിൽ ചിന്തിക്കുന്ന ആൾക്കാരും കൂടിയുണ്ട്. ആ തരത്തിൽ ചിന്തിക്കുന്നവരെ ഓർത്ത് അഭിമാനമേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അല്ലാതെ മതഭ്രാന്ത് മൂത്ത് അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹൂദനെയും ക്രിസ്ത്യാനിയും ഉച്ചൂട് മുടിച്ചാൽ മാത്രമേ ലോകാവസാനം ഉണ്ടാകത്തുള്ളൂ, ലോകത്തിന് അവരുടെ തള്ളാഹു വരാൻ അവരുടെ തള്ളാഹുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ പഠിപ്പിക്കലുമായിട്ട് ഇസ്രായേലിനെ മുടിച്ചു കളയുവാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാലത്തൊന്നും സലീം വയനാട്, അയ്യോ എന്താ മക്കളെ പറഞ്ഞു തുടങ്ങുമ്പോഴേ നിങ്ങൾ കരച്ചിൽ തുടങ്ങുന്നത്? അല്ല, എന്താണ് സലീം വയനാടെ? ഒരു മിനിറ്റ്, സലീം വയനാടിന് എന്തോ ഒന്ന് പറയണമായിരുന്നു. ഒരു ഉമ്മയെക്കുറിച്ച് എന്തോ ഒന്ന് പറയാനായിരിക്കും സലീം വയനാട് വന്നിട്ടുള്ളത്. സാരമില്ല സഹോദര, നിന്റെ ഉമ്മയെക്കുറിച്ചുള്ള എന്ത് പോസ്റ്റും ഇവിടെ നിനക്കിടാവുന്നതാണ്. നമ്മളത് എല്ലാവരും കാണുകയെ തന്നെ അറിയിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഇതിനാൽ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. സലീം വയനാടെ, ഡോണ്ട് വറി. ദാ മുത്തു, സലീം വയനാടിനെ ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്തി ഇങ്ങോട്ട് തന്നേരെ മക്കളു. ചേച്ചിക്ക് ഇങ്ങിട്ടുതാ. സലീം വയനാടിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. വയനാട് ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിനെ പ്രൊഫൈലാക്കിയിട്ടിരിക്കുന്ന മോന, അതുകൊണ്ട് രാഹുൽ ഗാന്ധിനെ പ്രൊഫൈലാക്കണ്ടായേ. നമുക്കിപ്പോൾ തന്നെ സലീം വയനാടിനെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പൊ സലീം വയനാട് പറയുകയാണ്, ഉമ്മാന്റെ പേരെങ്ങാണ്ട കൂത്തിച്ചിയോ? അതെന്താണ് സലീം വയനാട്, നിന്റെ ഉമ്മയുടെ പേര് കൂത്തിച്ചി എന്നായി പോയേ? വെരി വെരി കഷ്ടം. ഇതാണ് പ്രിയ സഹോദരങ്ങളെ സലീം വയനാട്. അപ്പം ഇവന്റെ ഉമ്മേന്റെ പേര് കൂത്തിച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉമ്മയ്ക്ക്, കൂത്തിച്ചി ഉമ്മയ്ക്ക് ഒരു ഹായ് പറയുമോ എന്ന് എന്നോട് ചോദിക്കുക. സലീം വയനാട്, ഡോണ്ട് വറി, നിന്റെ ഉമ്മയ്ക്ക് ഒരു പ്രത്യേക ഹായ്, കൂത്തിച്ചി ഉമ്മയ്ക്ക് ഒരു പ്രത്യേക ഹായ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയണമെന്ന്, നിങ്ങളുടെ ഉമ്മയെ പരിചയപ്പെടുത്തി തരണം എൻ്റെ പേജിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേജുകളിൽ നിങ്ങളുടെ ഉമ്മയുടെ പേരും ജാതകവും ഒക്കെ വെച്ച് നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സലീം വയനാട്. ഓക്കെ, കണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ. അപ്പം ഇവന്റെ ഉമ്മേനെ പരിചയപ്പെടുത്തി തരണം. കണ്ണാടിയൊക്കെ വെച്ച നിപ്പ്, കൂത്തിച്ചി ഉമ്മയ്ക്കുണ്ടായ മോന്റെ നിപ്പ് കണ്ടില്ലേ? സലീം വയനാടിന്റെ പ്രൊഫൈൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും. അയ്യോ, അതും കൂടി നിങ്ങൾ കണ്ടിട്ട് പോകണം പ്രിയ സഹോദരങ്ങളെ. അവന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് കാണാം. ദേ, സലീം വയനാടിന്റെ പ്രൊഫൈലിന്റെ ഉടമസ്ഥൻ ഇതാണ് സലീം വയനാടേ. അപ്പൊ ഇതാണ് സലീം വയനാട്. അപ്പൊ അവന്റെ ഉമ്മ കൂത്തിച്ചിയാണ്. അതുകൊണ്ട് റീന, എന്റെ ഉമ്മ കൂത്തിച്ചിക്ക് ഒരു ഹായ് പറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഡോണ്ട് വറി. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതുപോലെ ഉമ്മമാരെയോ പെങ്ങമാരെയോ ഭാര്യമാരെയോ മക്കളെയോ ഒക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ടോ എൻ്റെ പേജില്? ഉണ്ടോ? ധൈര്യമായിട്ട് പരിചയപ്പെടുത്തിക്കൊള്ളൂ. ഫേക്ക് ഐ ഡി ആണെങ്കിൽ നോ. ഇതുപോലെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇതുപോലെ വന്ന് പറയാനുള്ള തൻ്റെ ഇടമൊക്കെ വേണം മക്കളെ, വേണം. ഇതുപോലെ വന്ന് ഇടണം. എന്നിട്ട് നിങ്ങൾ അമ്മ കൂത്തിച്ചെന്നോ, അമ്മ വെടിയെന്നോ, അമ്മ പൂര വെടിയെന്നോ, പടക്കമൊന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നോ പ്രോബ്ലം. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനകത്ത് നഷ്ടമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം
സുബി റിങ്കു സേഫാണോ? അതെ, ഇവിടെ സേഫാണ്. ദൈവത്തിന്റെ കൃപയാൽ ഇവിടെ സേഫാണ്. നാട്ടിലുള്ള എന്താ പറയുന്ന മാപ്രകൾക്കൊക്കെയാണ് ഇപ്പൊ പൊട്ടും ദേ എന്തുവാ പശ്ചിമേഷ്യ മുഴുവനും എന്തോ യുദ്ധഭീതിയിലാണ്. ജനങ്ങളെല്ലാം തന്നെ ഇറാന്റെ ഉണക്ക മിസൈൽ വരുന്നത് കണ്ടിങ്ങനെ പേടിച്ച് എന്തുവാ വിരളി പിടിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവന്റെ ഓന മിസൈലും ഉണക്ക മിസൈലും ഒക്കെ വരുന്നത് കണ്ടിട്ട് അങ്ങ് വേടി. ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് മോളു, ഞാൻ ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോ ഒക്കെ എൻ്റെ മറ്റു നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേ. ആ വീഡിയോയും ആ ഒരു ഇതൊക്കെ ഞാനിട്ട ആ ഫോട്ടോയും 2 ഫോട്ടോയും ഒരു വീഡിയോ ഇട്ട് തന്നില്ലേ, 3 ഫോട്ടോയും ഒരു വീഡിയോ, അതിങ്ങോട്ട് സെൻഡ് ചെയ്താ. ഞാൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് എന്താ പറയുന്ന കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും വന്ന ഓന മിസൈലിന്റെ ഒരു വലിയ ഭാഗം അവിടെ വീണു. അവരുടെ വീടിന്റെ എന്താ പറയുന്ന ബാൽക്കണി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മരം വളർത്തിയിരുന്ന സ്ഥലമായിരുന്നു അവിടെ. അത് കഴിഞ്ഞ ആഴ്ചയാണ് ആ മരം വെട്ടിയത് തന്നെ. അത് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിശാലമായ ആ പ്ലേസ് അങ്ങ് കിടന്നപ്പോഴത്തേക്കും ഓന മിസൈലിന് വിചാരിച്ചു ഒന്ന് പൊട്ടിയേക്കാന്ന് വിചാരിച്ചു, അങ്ങനെ പൊട്ടി അവിടെ വീണ്. ദൈവത്തിന്റെ കൃപയാൽ ആ വീടുകളെല്ലാം ഒന്ന് ഷെയ്ക്കായി. പക്ഷെ ഒരു കണ്ണാടി ചില്ല് പോലും പൊട്ടിയില്ല എന്നുള്ളതാണ്. ഓരോ വീടിന്റെയും ഒരു കണ്ണാടി ചില്ല് പോലും പൊട്ടാതെ ദൈവം എന്ത് ചെയ്തു? കാത്തു പരിപാലിച്ചു. അതാണ് ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാതെയും ഉറങ്ങാതെയും. ഇത് പടക്കത്തി എന്തുവാ കമ്പനിയിൽ തിരി കൊളുത്തുന്ന കണക്കാണ് എന്തു ചെയ്യുന്നത്, മിസൈൽ വിടുന്നത്. എവിടേക്ക് പോകുന്നു, ഏതിടത്ത് പോകുന്നു, വല്ല ലൊക്കേഷനും ഉണ്ടോ? ഒന്നുമില്ല. കൈ കിട്ടുന്നത് പോലെ അങ്ങ് തള്ളി വിടുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു മിനിറ്റ്, ഓഫായി പോയി. ഓണായി. പടക്ക കമ്പനി തിരി കൊളുത്തി ഇങ്ങനെ നിന്ന് വിടുക. അത് എവിടേക്ക് പോകുന്നു, ഏതിടത്ത് പോകുന്നു എന്ന് ഒരു ലക്കും ഇല്ല. ഇതിനകത്ത് വേറൊരു രസം എന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഇറാന്റെ എന്തുവാ പിന്നെ മേരി ജോസഫ്, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, വേറെ ഒരിടത്തും പോകണ്ട പ്രാർത്ഥിക്കാനായിട്ട്. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് വരെ വീട്ടിൽ ശബാത്ത് കൂടാൻ മറക്കരുത്. ശബാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ദൈവത്തിന്റെ കൽപ്പനയാണ്. അതനുസരിക്കണം മേരി ജോസഫ്. അത് മറന്നു പോകാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് പള്ളിയിലും പോണ്ട, ഒരു അടുത്തും പോണ്ട, എല്ലാം പഠിപ്പിക്കലും കൾട്ട. എല്ലാവരും കൾട്ടാ പഠിപ്പിക്കുന്നത്. വചനം എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രം വിശ്വസിച്ചാൽ മതി. അത് മാത്രം എന്തുവാ വചനം എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രം വിശ്വസിച്ചാൽ മതി, അത് മാത്രം അനുസരിച്ചാൽ മതി. മേരി ജോസഫ് ശബത്ത് ആചരിക്കാൻ മറക്കരുത്. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് വരെ ശബത്താണ്. ശബത്തിന്റെ ദിവസം ഒരുപാട് പേര്, ഈ നമ്മുടെ കൂട്ടു സഹോദരങ്ങളൊക്കെ ഇരുന്നിട്ട് ഒരുപാട് പേര് പല പല സ്ഥലങ്ങളിലായി, പല പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, പല പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അവരുടെ വീടുകളിൽ വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് വരെ ശബത്ത് മേശയിൽ ശബത്ത് ആചരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും മേരി ജോസഫിനെ മെസ്സഞ്ചറിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ശബത്ത് ആചരിക്കേണ്ട ആ ഒരു ഇത് അവർക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ സഹോദരി വീട്ടിലിരുന്ന് ശബത്ത് ആചരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ആക്കി കളയും. ഓക്കെ, ഓക്കെ. ഫേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാണിക്കാം. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് എന്താ പറഞ്ഞ ഇറാനിൽ നിന്ന് വീണ മിസൈലിന്റെ വലിയൊരു ഭാഗം വീണിട്ട് പോലും
ഒരു വീടിനും ഒരു കുഴപ്പവും ദൈവം വരുത്തിയില്ല. ഒരു കണ്ണാടി ചില്ല് പോലും പൊട്ടാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോ. അതാണ് ദൈവത്തിന്റെ കരം ഇസ്രായേലിന്റെ കൂടെ എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ചുറ്റും കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നും ഒരു ഫ്ലൈറ്റ്, അതിനകത്ത് മിസൈലുമായിട്ട് ഇസ്രായേൽ ഇവിടുന്ന് ഫ്ലൈറ്റും ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ് വഴിക്കാണല്ലോ ഇസ്രായേൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ പോയി ലക്ഷ്യസ്ഥാനങ്ങളിൽ കൊണ്ട് ബോംബിട്ട് പൊട്ടിച്ച് എല്ലാവന്മാരുടെ മണ്ട മറിയുന്നത്. അതുകൊണ്ട് ഇറാനിൽ ഏതോ ഒരുത്തൻ ആത്മഹത്യാ പ്രേരണയിൽ കറങ്ങി നടന്നവനാണെന്ന് തോന്നുന്നു. ഏതോ ഒരുത്തൻ ആത്മഹത്യാ പ്രേരണയിൽ കറങ്ങി നടന്നവനാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞാണ് ഇറാനോട്, ഞാൻ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോയിക്കോളാം, എന്നിട്ട് ഇസ്രായേലിന്റെ മണ്ടയിൽ കൊണ്ടുപോയി ഞാൻ ബോംബിട്ടോളാം എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തോടെ ഫ്ലൈറ്റുമായിട്ട് കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കയറി വന്നതാ. എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെയും ആത്മഹത്യ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഹൂറിയെ കിട്ടാൻ വേണ്ടി ഇവന്മാർ പൊട്ടിത്തെറിക്കാൻ ഒരു മടിയും ഇല്ലാത്തവന്മാരാണ്. അതുകൊണ്ട് അവൻ ഒരു കൂസലും ഇല്ലാതെ ഫ്ലൈറ്റുമായിട്ട് ഇസ്രായേലിന്റെ ബോർഡർ കടക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ എന്ത് ചെയ്തു, നല്ല വൃത്തിയാണ് ഷൂട്ട് ചെയ്തു. ആ ഫ്ലൈറ്റ് ജെറ്ററും അവനുമായിട്ട് നേരെ കൂറെടുത്തോട്ട് അവനെ പറഞ്ഞു വിട്ടു. ഇസ്രായേലിലെ ഒരു യൗവനക്കാരനായ സ്റ്റാർട്ടിങ്ങിൽ ഇസ്രായേലിന്റെ ഫ്ലൈറ്റ് ആദ്യമായിട്ട് യുദ്ധവിമാനം പറപ്പിക്കുന്ന ചെറുക്കനായിരുന്നു അവന്റെ കഥയ്ക്ക് അന്ത്യം കുറിച്ചു കൊടുത്തത്. എന്ത് ധൈര്യത്തിലാണ് ഇവന്മാർ ഇസ്രായേലിലോട്ട് യുദ്ധവിമാനമായിട്ടൊക്കെ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇസ്രായേൽ അങ്ങോട്ട് പോകും. ഇറാനിൽ മാത്രമല്ല, ലോകത്തിലെ ഏത് രാജ്യങ്ങളിലും ഇസ്രായേലിന് യുദ്ധവിമാനവുമായിട്ട് അവരുടെ രാജ്യത്തിന്റെ അകത്തോട്ട് കയറി. അതാണ് തന്റെ ഇടമുള്ള ആണുങ്ങളുടെ ലക്ഷണം എന്ന് പറയുന്നത്. അവന്റെ കോട്ടയ്ക്കകത്ത് കയറി അവന്റെ കരണം പൊളിച്ച് രണ്ട് കൊടുക്കാനുള്ള തന്റെ ഇടം ഉണ്ടല്ലോ, അതാണ് ഒന്നൊന്നര തന്റെ ഇടം. അല്ലാതെ ഈ ഇതിനകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേര് ഒരു ഖാദിറോ ഏതോ ഒരു നായി ഇരുന്നിട്ട് പറയുകയായിരുന്നു, കൊതമേനി എന്ന് പറയുന്നത് നിലപാടുകളുടെ രാജാവാണ്, രക്തസാക്ഷിത്വം ഭരിക്കുകയായിരുന്നു. റഷ്യ വിളിച്ച് ചോദിച്ചു, ഇസ്രായേലും അമേരിക്കയും കൂടി ആക്രമിക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ റഷ്യ വിളിച്ച് ചോദിച്ചു, വരുന്നുണ്ടോ കൊതമേനി ഇവിടേക്ക്? കാരണം ഇസ്രായേലും അമേരിക്കയും കൂടി ആക്രമിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ നിലപാടുകളുടെ രാജാവ് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിടത്തും പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീരമൃത്തി. ഇവിടുന്ന് കേട്ട ഇവന്മാർക്ക് എവിടുന്നാ കിട്ടുന്ന ഈ തള്ള്? ഇവന്മാർ തള്ളുമ്പോഴുണ്ടല്ലോ ബാക്കിൽ കൂടി ഈ അറബിക്ക് മ്യൂസിക്കും കൂടി കൊടുക്കണം ഇവന്മാർക്ക്, ഈ തള്ളിന് വേണ്ടിയിട്ട്. റഷ്യക്ക് അമേരിക്കയും ഇസ്രായേലും കൂടി ആക്രമിക്കാൻ പോകുന്ന കാര്യം റഷ്യക്ക് ഓൾറെഡി അറിയാം. ഇത് മൊസാദിന് മാത്രം അറിയാവുന്നൊരു കാര്യം, അമേരിക്കയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഈ കൊതമേനി എവിടെയാണ്, അവരും ഈ 40 പേരും കൂടി എവിടെയാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം ആർക്കറിയത്തില്ല, അമേരിക്കയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു. അത് മൊസാദ് ഒരു സെക്കൻഡ് പോലും താമസിപ്പിക്കാതെ ഇസ്രായേല് അത് മറ്റുള്ള വ്യക്തിയെടുത്ത് പറയുന്നതിന് മുമ്പേ, അമേരിക്കയോട് പറയുന്നതിന് മുമ്പേ ഇസ്രായേലിന്റെ ഫ്ലൈറ്റ് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അവിടേക്ക് പറന്ന് ചെന്ന് കറക്റ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയി തലയ്ക്ക് ബോംബിടുകയായിരുന്നു. ഇല്ലെങ്കിൽ ഇവന്മാരറിഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ ഞങ്ങൾ പൊട്ടിത്തെറിച്ച് ഇപ്പച്ചാകാൻ റെഡിയായിക്കോളാം എന്ന് പറഞ്ഞ് ഏതെങ്കിലും കൊതമേനിരിക്കുവോ? ലോജിക്ക് വേണ്ടേ? പറഞ്ഞിടക്ക് ലോജിക്കില്ലാതെ പറഞ്ഞാലും ഈ വീരന്മാരുടെ തള്ളു കേട്ടാൽ തലയിൽ ആൾ താമസമില്ലാതെ കൊതഭോഗം മാത്രം ചിന്തിച്ചുകൊണ്ട് കൂറിയേയും കൊണ്ട് നടക്കുന്നവന്മാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും രഗട കൊതവേരി. നമ്മൾ ദാവൂദിന്റെ മീഡിയ ഫണ്ടിന്റെ ദാവൂദിന്റെ കരച്ചിൽ കണ്ടു. അയ്യയ്യോ എന്തു കരച്ചിലടാ ഇത്! ലോകത്തിങ്ങനെയൊക്കെ കരയുന്ന നെട്ടും ബോൾട്ടും ഉള്ളൊരു മനുഷ്യനായിരുന്നു കൊതമേനി എന്നാ പറയുന്നത്. അതെ, തലയിൽ നെട്ടും ബോൾട്ടും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ലൂസായി കിടക്കുകയായിരുന്നു, പിരി പോയി കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കയ്യിൽ കിട്ടുന്ന കയ്യിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ മുഴുവനെയും എന്ത് ചെയ്യുന്നത്, നെട്ടും ബോൾട്ടും ഒക്കെ പിരിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളെ തല്ലിക്കൊല്ലാൻ തോന്നുന്നത്, വെടിവെച്ച് കൊല്ലാൻ തോന്നുന്നത്. പ്രത്യേകിച്ചും ഓഫർ കൊടുത്തിരിക്കുക, പ്രിസണിൽ കൊണ്ടുപോകുകയും കൊലപ്പെടുത്തുന്ന സ്ത്രീകളെ നിങ്ങൾ അതിനു മുമ്പേ ബലാത്സംഗം ചെയ്തിട്ട് വേണം കൊലപ്പെടുത്താൻ. 13 വയസ്സിലെ തന്നെ പെൺപിള്ളാരെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ടുവന്നവൻ. ഇങ്ങനെ പലവിധ നെട്ടും ബോൾട്ടും ഒക്കെ ഇറങ്ങിക്കിടന്നൊരു മനുഷ്യനാണെന്നുള്ളത് സത്യമാണ്. അപ്പം
എന്തുവാ പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ കൊതമേനി രക്തസാക്ഷി മരണമാണ് വരിച്ചത്. രക്തസാക്ഷി യുവമാർക്ക് പറ്റിയ പാട്ടെന്നറിയാമോ? തള്ളുവണ്ടി തള്ളുവണ്ടി തള്ളാര വണ്ടി, തള്ളുവണ്ടി തള്ളുവണ്ടി തള്ളിപ്പൊളി വണ്ടി, ആഹാ തള്ളിപ്പൊളി വണ്ടി. കാശ്മീരിൽ നെഞ്ചത്തടി. കാശ്മീർ മാത്രമാണോ? കേരളത്തിലും നെഞ്ചത്തടിയും കരച്ചില്. ഇപ്പം എന്തുവാ ജാഥയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷില് കൂടി പഠിച്ച് ജാഥ പറയുക. കാരണം മലയാളത്തിൽ പറഞ്ഞ ട്രംപിനും നെതന്യാഹുവിനൊന്നും മനസ്സിലാകത്തില്ലല്ലോ. അപ്പൊ ഇംഗ്ലീഷിലും കൂടി തള്ളുക. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കാര്യമില്ല, എബ്രായ ഭാഷയിൽ പറയണം. മനസ്സിലായോ? ഇനി കോയമാരെല്ലാം കൂടി ജാഥ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? എബ്രായ ഭാഷ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നടന്ന് പറയുക ഇങ്ങനെ എന്നെ എന്തുവാ ബോയ്ക്കോട്ട് എന്തുവാ ബെഞ്ചമിൻ നെതന്യാഹു ബോയ്ക്കോട്ട് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എബ്രായ ഭാഷ പഠിക്കുക. അതാണ് നല്ലതെന്ന് പറയുന്നത്. എന്തുവാ രാവിലെ പോയിട്ട് ഇസ്രായേൽ പോകുമ്പോട്ട് അവന്റെ അണ്ടകടാകങ്ങളിലിട്ട് 40 പേര് കൂടെ ഉണ്ടായിരുന്നവരെല്ലാമോ? വലം കൈ, ഇടം കൈ, പിന്നെ ബാക്കിലെ എന്തുവാ ചന്തി കഴുകി കൊടുക്കുന്ന കൈ, ചേച്ചി ജോമി ജോസഫ്, ഒരു മിനിറ്റ് ചേച്ചി. എന്റെ സ്വന്തം ഭാര്യ എന്നെ ചതിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ടെൻഷൻ കയറി നിന്നിട്ട് ചോദിച്ചതാണ്. ഇനി ചേച്ചിക്ക് മറുപടി ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ നമ്മുടെ ദൈവത്തോട് എന്നെ കേൾക്കാൻ പറയണം. എന്നെ ജയിലിൽ വിടരുത് എന്നെങ്കിലും ക്രിസ്തുവിനോട് ഞാൻ പറഞ്ഞെന്ന് പറയണം. സ്വന്തം ഭാര്യയെ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചതിക്കാൻ കാരണം എന്താണെന്ന് കൂടി ആലോചിക്കണം. എന്റെ ഭാഗത്തുനിന്ന് വല്ല മിസ്റ്റേക്കും വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണോ എന്റെ ഭാര്യ എന്നെ ചതിച്ചത്? എന്റെ ഭാര്യ ചതിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകളാ, പോട്ടെന്ന് പറ. കേരളത്തിലെ കമ്മികൾ രക്തസാക്ഷിയായി ഖമേനിയെ പ്രഖ്യാപിച്ചു. കേരളത്തിലെ മാത്രമല്ലെന്നേ, ഏകദേശപ്പെട്ടവന്മാരും എന്തുവാ കരയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വകുപ്പ് വേണ്ടേ? നാണം കെട്ട് കരയുക എന്ന് പറയുന്നത് മഹാ കഷ്ടമല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആകെ കൂടി പറയാനുണ്ടായിരുന്നത് ഹമാസിനോടും ഹിസ്ബുള്ളയോടും എല്ലാവന്മാരോടും അടി വാങ്ങിച്ച് എന്തുവാ ഹമാസ് വരുമ്പോൾ പറയും ഹമാസ് പോരാളികൾ ഇപ്പൊ തീർക്കും ഇസ്രായേലിനെന്ന് പറയും. അത് കഴിഞ്ഞ് ഹിസ്ബുള്ള വരുമ്പോൾ പറയും ഹമാസ് അല്ല ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് കൊണ്ടല്ലോ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അത് കഴിയുമ്പോൾ ഹിസ്ബുള്ളയെ ചാരമാക്കി കഴിയുമ്പോൾ പറയും കൂത്തികൾ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇസ്രായേൽ തീർന്ന് തരിപ്പണമാകുമെന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്കും കൂത്തികൾക്ക് കുണ്ടിക്ക് അടിച്ച് നടുവും തകർത്തി കൂത്തികളെ അവിടെ ഇടുമ്പോഴത്തേക്കും ഉടനെ പറയും ഇറാൻ. ആകെ കൂടി കരയാനുണ്ടായിരുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞ ഇറാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ദിവസത്തിൽ തന്നെ ഈ ചെസ് കളിക്കത്തില്ലേ നമ്മള്, ചെസ് ബോർഡിനകത്ത് ചെസ് കളിക്കുമ്പോഴത്തേക്കും അവൻ പാണൊന്ന് അകറ്റാൻ ഒരു പാണെടുത്ത് ഇങ്ങനെ വെക്കുന്നതിന് മുമ്പ് തന്നെ രാജാവിന്റെ കഴുത്തിൽ കൊണ്ടുപോയി ചെക്ക് വെച്ചിട്ട് ചെക്ക് മേറ്റ് എന്ന് പറഞ്ഞിരുന്നാൽ എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് വെക്കുക നിങ്ങള്. എടാ ഞാൻ കളിച്ചില്ലടാ, ഞാൻ ഇതിനകത്ത് കളിച്ചില്ലല്ലോ, ഈ ഗെയിം തൊട്ടില്ലല്ലോ എന്ന് പറയുമ്പോ ബാക്കി കളിക്കാൻ ഇനി വല്ലതും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെസ് ബോർഡ് കളിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ആ ചെസ് ബോർഡിനകത്ത് പാണെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പാണെന്ന് പറയുന്ന അറിയാമല്ലോ, ആ ചെറിയ ഭടൻ. ആ ഭടനെ ഒന്ന് അകറ്റുന്നതിന് മുമ്പേ, ഒന്ന് നീക്കി വെക്കുന്നതിന് മുമ്പേ രാജാവിന്റെ കുണ്ടിക്ക് കൊണ്ടുപോയി ചെക്ക് വെച്ച് കൊടുത്താൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച് നോക്കിയേ. അപ്പോഴേ പറയട്ടെ കളിക്കകത്ത് ഇവിടെ എന്തിനാണ് ഇപ്പൊ ഉണ്ടായത്? ഇതിങ്ങനെ അല്ലടാ, ഇതിങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ വിടണ്ടേ കുറെ വാണം അങ്ങോട്ട്? ആദ്യം അങ്ങോട്ട് കുറെ വാണം വിട്ടിട്ട് അത് പൊട്ടണം. അത് പൊട്ടി കുറെ വാണം വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങളുടെ കൊതമേനി ബങ്കറിലങ്ങ് ഒളിക്കണം. ഒളിക്കുമ്പം നിങ്ങളുടെ ഇസ്രായേൽ വന്ന് എന്ത് ചെയ്യണം? പിന്നെ ഞങ്ങളുടെ കൊതമേനിയെ തപ്പിയിട്ട് ഞങ്ങളുടെ കൊതമേനിയെ എന്ത് ചെയ്യണം? ബോംബിടാൻ ശ്രമിക്കണം. അങ്ങനെയല്ലടാ കളിക്കുന്നത്. ഇത് അങ്ങനെയൊന്നും അല്ലടാ, ഇതങ്ങനെയൊന്നും അല്ല ഇപ്പൊ സംഭവിച്ചത്. ഇത് ചെസ് കളി തുടങ്ങുന്നതിന് മുമ്പേ കൊതമേനിയുടെ കൊതമേനി ഇങ്ങനെ കിടക്കും അടിയുണ്ട്. പിന്നെ കരയുമ്പോ എന്ത് പറഞ്ഞ് കരയും? നിങ്ങളുടെ ഹീറോ ഇപ്പൊ എവിടെയാണ്?
എന്ന് ചോദിക്കുമ്പം ഞങ്ങളുടെ ഹീറോ രക്തസാക്ഷി മരണമാണ് മരിച്ചത്. ഇവരുടെ അവസ്ഥ ഓർക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. മുഹമ്മദ് ഷമീം, മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. നിങ്ങൾ സിനിമ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് തിയേറ്ററിൽ പോയിരുന്നിട്ട് അടി മേടിച്ച് കിടക്കുന്ന വില്ലന്റെ പുറകെ പോയിട്ട് വില്ലൻ അടി കൊണ്ട് കിടക്കുന്ന വില്ലനെ മൻസൂർ അലി ഖാൻ എന്റെ ഹീറോയാണ് പറഞ്ഞ് അടി മേടിക്കുന്നവന് നിങ്ങൾ കൂട്ടുനിന്ന് എങ്ങനെ ഇരിക്കും പ്രിയ സഹോദരങ്ങളെ? അവന്റെ അടി കൊടുക്കുന്ന എന്തുവാ വിജയകാന്തും രജനീകാന്തിനെയൊക്കെ അല്ലേ ഹീറോ എന്ന് വിളിക്കേണ്ടേ? അല്ല, അടി കൊണ്ട് അവസാനം പറയും നാ ഉന്നെ വിടമാട്ടേ എന്ന് പറഞ്ഞിട്ട് ചാകുന്ന വില്ലനൊപ്പം നിൽക്കുന്നവരെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും മാറി ചിന്തിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് കോയമാരെ ജയിക്കുന്നവന്റെ പക്ഷത്തുവാ. അല്ലെങ്കിൽ ഈ കാലത്ത് ഒന്നും നിങ്ങൾ ജയിച്ചതിന്റെ ഒരു ആഘോഷം നിങ്ങളുടെ ലൈഫിന് ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ ചിരി ഉണ്ടാകുന്നത് പോലെ നിങ്ങൾക്കൊരു ചിരി ജന്മത്തുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അയ്യോ, അങ്ങനെയൊന്നും അല്ലല്ലോടാ. ഒരു മിനിറ്റ്, നമുക്ക് മുഹമ്മദ് ഷമീം, എവിടാ മുഹമ്മദ് ഷമീം? മുത്തുക്കുട്ടി, ആ മുഹമ്മദ് ഷമീമിനെ ചേച്ചിക്കു. ഖമേനി, മലയാള സിനിമയിലെ സൈക്കോപ്പതിക്ക് സീരിയൽ കില്ലർമാരുടെ യുഗം തുടങ്ങുമോ? മുഹമ്മദ് ഷമീം പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. നോക്കി, നമുക്ക് മുഹമ്മദ് ഷമീമിന് ഒരു ചെറിയ അവനൊരു മോഹം. ഇതാണ് മുഹമ്മദ് ഷമീം. അവന്റെ ഉമ്മ ബംഗറിലിരുന്ന് ആ കിളവി കുരയ്ക്കുന്നു. അതെന്താണ്, നിന്റെ ഉമ്മയെ കെട്ടിയിട്ടിരിക്കുന്നോ ബംഗറില്? പട്ടിയാണോ നിന്റെ ഉമ്മ? അതോ പേ പിടിച്ച് ഇളകിയിരിക്കുവാണോ നിന്റെ ഉമ്മയ്ക്ക്? ബംഗറിൽ പോണ്ടിട്ടിട്ട് ആ കിളവി കൊലയ്ക്കുന്നത് എന്നോട് പറയാനായിട്ട് ആ മൂഹുവിനെ ഇങ്ങോട്ട് തരണേ. മൂഹു ഇപ്പൊ മൂങ്ങുന്നത് കാണാം നിങ്ങക്ക്, മനസ്സിലായോ? മുഹമ്മദ് ഷമീമിന്റെ ഉമ്മ ഇപ്പം പേ പിടിച്ച് ബംഗറിലിരുന്ന് കുരയ്ക്കുകയാണെന്ന്. ആ ഉമ്മ കിളവി കുരയ്ക്കുന്നതിന് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പേ പിടിച്ച് ഉമ്മയുടെ ഉണ്ടിക്ക് 2 ഇഞ്ചക്ഷൻ കൊടുക്കടാ, അല്ലെ ഇറാന്റെ വില മിസൈലും വേണമെന്നാണോ നീ ചോദിക്കുന്നത്? എന്നാ ഉമ്മയ്ക്ക് 2 മിസൈൽ കൊടുത്താലും ഒരു കുഴപ്പമില്ല മുഹമ്മദ് ഷമീമെ. മുഹമ്മദ് ഷമീമിനെ എല്ലാവരും ഒന്ന് കണ്ടേരെ. കണ്ടില്ല, കാണിച്ചില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് നിങ്ങള്. ഇതാണ് മുഹമ്മദ് ഷമീം. കണ്ടോ, മുഹമ്മദ് ഷമീമിന്റെ ഉമ്മയുടെ കുണ്ടിക്ക് 2 മിസൈൽ ഇറാൻ്റെത് കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സാരമില്ല മുഹമ്മദ് ഷമീമെ, പേ പിടിച്ചിരിക്കുന്ന ആ കിളവിക്ക് വേറെന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഷമീമെ നോക്കുക. ഇറാന്റെ ഭാഗത്ത് ചോദിച്ചാൽ ചിലപ്പം കിട്ടുമായിരിക്കും 2 മിസൈൽ നിന്റെ ഉമ്മയുടെ കുണ്ടിക്ക് കൊടുക്കാനായിട്ട്. കേട്ടോ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാനിവിടെ നിന്റെ ഉമ്മയുടെ കുരയ്ക്കലിനൊന്നും പേ പിടിച്ച് നിന്റെ ഉമ്മ കുരയ്ക്കുന്നതിനൊന്നും ഞാൻ ചികിത്സിക്കുന്നില്ല. ഓക്കെ, ആ കൂടി മൂഹുവിന്റെ ഉമ്മയെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് മൂഹുവിനൊരു മോഹം. ആഹാ മൂഹു, നിന്റെ മോഹം നമുക്ക് തീർക്കാം. മൂഹുവിന്റെ ഉമ്മയുടെ പേര് പൊലയാടിച്ചിയാണെന്ന്
അതുകൊണ്ട് എൻ്റെ മൂഹുവിനെ കാണിച്ചപ്പോൾ എന്താടാ മോഹു ദാ മൂഹുവിൻ്റെ ഉമ്മ പൊലയാടിച്ചി ആയതുകൊണ്ട് മൂഹുവിൻ്റെ പൊലയാടിച്ചി ഉമ്മയ്ക്കൊരു ഹായ് പറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഉമ്മ ഇപ്പം ബംഗറിലാണെന്ന്. അതെന്താണ് നിന്റെ ഉമ്മമാരെല്ലാം ബംഗറിൽ പോയിരിക്കുന്നേ? ഇതേ അവൻ്റെ ഉമ്മയും ബംഗറില, ഇപ്പം നിന്റെ ഉമ്മയും ബംഗറില. അല്ല നിന്റെ ഉമ്മയുടെയൊക്കെ പേരെന്താണ്? ഇങ്ങനെ പൊലയാടിച്ചിന്നും കൂത്തിച്ചിന്നും ഒക്കെ ഇരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പന്നിക്കുണ്ടായ മോളാണോ നിന്റെ ഉമ്മ? അതുകൊണ്ടാണോ പൊലയാടിച്ചി മോളെന്നൊക്കെ ഉമ്മയ്ക്ക് പേരിട്ടത്? സോറി മോഹു, നിന്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പേരിടുമായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ മുഹു 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 ഹു 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 ഹു. ഇപ്പൊ മുഹു കണ്ടോ, ഇതാണ് മൂഹുവിൻ്റെ പ്രൊഫൈല്. അപ്പൊ മൂഹുവിൻ്റെ ഉമ്മയ്ക്ക് പേര് പൊലയാടിച്ചി മോളെന്നാണ് മൂഹു പറയുന്നത്. അപ്പൊ ശരി മൂഹു, നിന്റെ ഉമ്മ പൊലയാടിച്ചി മോക്ക് ഒരു ഹായ് ഞാൻ കൊടുത്തേക്കാം നിന്റെ വകയായിട്ട്. വിഷമമൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ആർക്ക് വേണമെങ്കിലും ഉമ്മമാർക്ക്, അതില്ലേലും പൊതുവേ ഒരു എന്താ പറയുക ലക്ഷക്കണക്ക് പേരിന്ന് കാണുന്ന ഒരു പ്രോഗ്രാമിലിരുന്ന് വന്നിട്ട് എൻ്റെ ഉമ്മയ്ക്കൊരു ഹായ് പറയുമോ, എൻ്റെ ബീവിക്കൊരു ഹായ് പറയുമോ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണല്ലോ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നിങ്ങളുടെ ഉമ്മയെ ആണെങ്കിലും ബീബി ആണെങ്കിലും ആരെയാണെങ്കിലും നമുക്കിവിടെ ഏറിക്കയറ്റി ഇറാൻ്റെ മിസൈലുകൾ ബാക്കി ഇപ്പം നിന്റെ ഉമ്മ മോങ്ങിക്കൊണ്ടിരിക്കുക. നിന്നെ ജനിപ്പിച്ചത് ഓർത്തിട്ട് മോഹു. എടാ കഴിവേറി മോനെ, നീ കൊണ്ടുപോയി എൻ്റെ കുണ്ടിക്കെന്തിനാടാ അവൾക്ക് കൊണ്ടുപോയി വിലപേശിക്കൊണ്ട് വന്നത്? എടാ മോഹു എന്ന് പറഞ്ഞ് നിന്റെ ഉമ്മ ഇപ്പം മോങ്ങുന്നുണ്ട്. വീട്ടിലോട്ട് ചെല്ല്, നിന്റെ കോതം നിന്റെ ഉമ്മ പൊളിക്കും ഇപ്പം നല്ല ചട്ടുകം വെച്ച്. ഇവിടെ കൊണ്ടുവന്ന് നിന്റെ ഉമ്മയ്ക്ക് പൊലയാടിച്ചി മോക്ക് ഒരു ഹായ് പറയിപ്പിച്ചതിന്. മൂഹുവിൻ്റെ മോഹം പൂവണിഞ്ഞു, മോഹം പൂവണിഞ്ഞു അയ്യോ ബാക്കി അടുത്ത ആൾ വന്നിട്ടുണ്ട്. അടുത്ത ആളുടെ ഉമ്മയുടെ പേരെന്താന്ന് നോക്കട്ടെ. ഷാജഹാൻ സിയുടെ ഉമ്മയുടെ പേരെന്തുവാ? ഒരു മിനിറ്റ്. ഷാജഹാൻ, ഡോണ്ട് വെറി ഷാജഹാൻ, നിന്റെ ഉമ്മയ്ക്കും പേരുണ്ടോ അങ്ങനെ? ഡോണ്ട് വെറി, നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഉമ്മയെ ഇവിടെ പരിചയപ്പെടുത്തണമെന്ന് പറയുമ്പോഴത്തേക്കും അതെന്തായാലും ഞാൻ ചെയ്തു തരാതിരിക്കത്തില്ല. നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളെ ഞാൻ അതേപോലെ മാനിക്കുന്ന ഒരാളാണ്. അപ്പം ഷാജഹാനിന്റെ ഉമ്മയുടെ പേര് ഉമ്മ ഒരു ചൊറിത്തവളയെന്നാണ് പറയുന്നത്. അയ്യോ ചൊറിത്തവളയോ? അതെന്താണ് നിന്റെ ഉമ്മ ഇങ്ങനെ ചൊറിത്തവളയായിട്ടിരിക്കുന്നത്? അതുകൊണ്ടായിരിക്കും നിന്നെ കണ്ടാലേ ഒരു ചൊറിത്തവളയുടെ ഒരു ലക്ഷണമുണ്ട്, ഉറപ്പാ. ഷാജഹാന്റെ ഉമ്മ ചൊറിത്തവളയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവനെ കാണാനും ഒരു ചൊറിത്തവളയുടെ ഒരു ലക്ഷണം. മനസ്സിലായോ? ആ ചൊറിത്തവള ഇങ്ങനെ വായും വെച്ചോണ്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഇരിപ്പ് കണ്ടില്ലേ? കളവാമാക്രി ഇരിക്കുന്നത് പോലെ ഉണ്ട്. ചൊറിത്തവള മോള് ഉമ്മയ്ക്ക് ചൊറിത്തവളയാണെങ്കിൽ നീയും അത്രയ്ക്കത്രയ്ക്കേ ഉള്ളൂ. നിന്നെ കണ്ടാലും കറക്റ്റ് ചൊറിത്തവളയുടെ സങ്കരവർഗത്തിൽ പെട്ടതാണെന്നേ പറയത്തുള്ളൂ. ഡോണ്ട് വറി. അപ്പൊ നിന്റെ ചൊറിത്തവള ഉമ്മയ്ക്കും ഒരു ഹായ് പറയണോ അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ശരി മോനെ, അപ്പൊ ചൊറിത്തവള ഉമ്മയ്ക്കും ഒരു ഹായ്. അയ്യോ എനിക്ക് വയ്യ, ഇവന്മാർക്ക് എന്താ ഇത്രയ്ക്ക് മാത്രം ഉമ്മയെ പരിചയപ്പെടുത്താനൊക്കെ ഒരു മോഹം. നിങ്ങളുടെ മോഹം ഞാൻ സാധിപ്പിച്ചിരുന്നായിരിക്കും. ഇതാണോ ചൊറിത്തവള? ഇതാണ് കേട്ടോ ചൊറിത്തവള, ഉമ്മയല്ല, അവന്റെ ബീവി എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. ചൊറിത്തവള കണ്ണാടി വെച്ചപ്പോ ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ, എന്ത് സ്റ്റൈല്, എന്തൊരു സ്റ്റൈലിട് ചൊറിത്തവള. ചൊറിത്തവളയാണെന്ന് അറിയാതിരിക്കാൻ കണ്ണാടിയും കൊണ്ട് നടക്കുക. മനസ്സിലായോ? കണ്ണാടിയിട്ട ചൊറിത്തവളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനിയുണ്ടോ? ഈ ചൊറിത്തവളെ എപ്പൊ നോക്കിയാലും ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്ന ഒരു തവളയാണെന്നാണ് തോന്നുന്നത്. നല്ലതുപോലെ ചൊറിത്തവളെ ഒന്ന് കണ്ടോളൂ. എന്താ ചൊറിത്തവള ഇങ്ങനെ ഇരിക്കണേ? ചെറിയാൻ പോയപ്പോ ഇരുന്ന് ഇരിപ്പാ. ആ ഫോട്ടോയാ. ചൊറിത്തവള ചൊറിയാൻ പോയപ്പം അപ്പൊ ഇനി ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഉമ്മമാരെ പരിചയപ്പെടുത്താൻ? ആരെങ്കിലും താല്പര്യപ്പെടുന്നവരുണ്ടോ? ഡോണ്ട് വറി, ഞാനിവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഉമ്മമാരെയൊക്കെ നമുക്ക് കമന്റ് ഇടും.
ഒരു മിനിറ്റേ. ഇനി ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഈ തവളയ്ക്ക് നീലക്കണ്ണൊന്നുമില്ല, ചൊറിയൻ തവളയ്ക്ക്. മുഹു 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 മൂ മുഹു. ഇതാ ഇവന്റെ കണ്ണാടിയിൽ ഇവന്റെ മോന്ത നോക്കിയാൽ പന്നിയുടെ കൂട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത്. മൂഹു, അത് സത്യമാടാ. നിന്റെ മോന്ത കണ്ടാൽ കറക്റ്റ് പന്നിയുടെ കൂട്ട് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. കറക്റ്റ് നിന്റെ ഉമ്മ നിന്നെ പന്നിയുടെ കൂടെ കിടന്നും, മനസ്സിലായോ? നിന്നെ പന്നിയുടെ കൂടെ കിടന്നും എന്തുവാ നല്ല ഒന്നാം തരം കഴുതയുടെ കൂടെ കിടന്നും ഉണ്ടാക്കിയ സങ്കരവർഗത്തിൽപ്പെട്ടതാണ് നീ എന്നുള്ളത് 100% സത്യമാ. അതുകൊണ്ട് അവന്റെ മോന്ത അവന്റെ കണ്ണാടി നോക്കിയപ്പോഴത്തേക്ക് അവന് തോന്നിയത് പന്നിയുടെ കൂട്ടിരിക്കുവാണെന്നാ. അത് ശരി. അപ്പൊ ഇപ്പോഴാണത് ഉറപ്പാക്കിയേ നിന്റെ മോന്ത പന്നിയുടെ കൂട്ടിലാ ഇരിക്കുന്നേന്ന് പറഞ്ഞിട്ട്? മൂഹു, ഷേ അങ്ങനെ പറയരുത്, മനസ്സിലായോ? നിന്റെ മോന്ത പന്നിയുടെ കൂട്ടാ ഇരിക്കുന്നേന്നുള്ളത് എന്ത് ചെയ്യരുത്. അവന്റെ മോന്ത പന്നിയുടെ കൂട്ടാ ഇരിക്കുന്നത്. കണ്ണാടിയിൽ പോയി നോക്കിയപ്പോ അങ്ങനെയാ തോന്നിയെന്ന്. ഷെടാ, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ ഒരു കാര്യം ചെയ്, അത് കണ്ടാൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് കൊണ്ടാ ഇപ്പൊ കാണിച്ചു കൊടുത്തത്. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും കണ്ടില്ലേ അവന്റെ മോന്ത പന്നിയുടെ കൂട്ട് തന്നെയാണെന്ന് അവൻ പറഞ്ഞത്. നീ പറഞ്ഞ കാര്യമല്ലേ, ഞാൻ പറഞ്ഞില്ലല്ലോ നിന്റെ മോന്ത പന്നിയുടെ കൂട്ടായിരിക്കുന്നേന്ന്. പന്നിയുടെ കൂട്ടല്ല, പന്നിയുടെ ചന്തിയില്ലേ, പന്നിയുടെ മലദ്വാരം ഇല്ലേ, അതുപോലെ ആയിരിക്കുന്നത്. ഉമ്മ മൂഞ്ചിയെ കൂറിയാണെന്നോ, അതുകൊണ്ടല്ലേ നീ ഇവിടെ കൊണ്ടുവന്ന് ഉമ്മയെ കൊണ്ടുവന്ന് മൂഞ്ചിയത്. എടാ മൂഹുവേ, എടാ പന്നം നായിന്റെ മോനെ, നിന്റെ ഉമ്മയെ കൊണ്ടുവന്ന് നീ ഇവിടെ കൊണ്ടുവന്ന് മൂഞ്ചിച്ചതിന്റെ കാര്യം എന്തുകൊണ്ടാ? ഇത്രയും ആൾക്കാർ, ലക്ഷക്കണക്ക് പേരുടെ മുമ്പിൽ കൊണ്ട് നിന്റെ ഉമ്മ പൊലയാടിച്ചിന്ന് നീ പറഞ്ഞു. നിന്റെ ഉമ്മ പന്നിക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ചിട്ടതാണ് നീ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമ്മ മൂഞ്ചി എന്നും അവൻ തന്നെയാ പറയുന്നത്. നിന്റെ ഉമ്മ മൂഞ്ചി നല്ല 3G ആയിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായോ? പിന്നെ നീ പറഞ്ഞില്ലേ നിന്റെ മോന്ത കണ്ടിട്ട് പന്നിയുടെ കൂട്ടാറീന ഞാൻ കണ്ണാടിയിൽ പോയി നോക്കുമ്പോഴെന്ന്. ഞങ്ങൾക്ക് പന്നിയുടെ കൊതം പോലെയാ തോന്നുന്നത് നിന്റെ മോന്ത കണ്ടിട്ട്. പന്നിയുടെ മുഖത്തിന് കുറച്ചെങ്കിലും ഐശ്വര്യമുണ്ട്, മനസ്സിലായോ? നിന്റെ മുഖം കണ്ടാൽ അസൽ പന്നിയുടെ കൊതം എങ്ങനെ ഇരിക്കുന്നോ അതിന്റെ അതേ ലക്ഷണമാണ് നിന്റെ മുഖത്തിന്. അത് കാണുന്നവർക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാകും. കേട്ടോ മൂഹു? അപ്പം പോയിരുന്നങ്ങ് മാറിയിരുന്ന് മോങ്ങിക്കോ. മുഹു 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 മൂ മുഹു. അതെ, നിന്റെ ഉമ്മയെ മൂഞ്ചിക്കുന്ന പണിയാണ് എനിക്കിവിടെ, നിന്നെയും മൂഞ്ചിക്കുന്ന പണിയാണ് എനിക്കിവിടെ. പിടികിട്ടിയല്ലോ? മാറിയിരുന്ന് പോയിരുന്ന കാരാ. കൂടുതൽ നേരം ഇവിടെ ഇരുന്ന് കരയരുത്. സമയം മനസ്സിലായോ? കുറച്ചു നേരം അവിടെ മാറിപ്പോയിരുന്ന കര. മൂഹു, പോയിരുന്ന് മാറിയിരുന്ന് മോങ്ങ്. ഇനി ആർക്കെങ്കിലും കരയാൻ ബാക്കി ഉണ്ടോ? ആർക്കെങ്കിലും കരയാനുള്ളവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരിവരിയായി വന്ന് കരയണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഞാൻ യുദ്ധസമയത്ത് ലൈവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കാക്കാമാരുടെ കരച്ചിലിന് കാണാനേ നേരമുള്ളൂ. എന്നോടാ പിന്നെ മൊത്ത കരച്ചിലും തീർക്കുന്നത്. റീന, ഞങ്ങളുടെ കൊതമേനി മരിച്ചുപോയി റീന. എന്റെ ഉമ്മ കൊലയാടിച്ചിയാണ് റീന. എന്റെ ഉമ്മ മറ്റവളാണ് റീന. എന്റെ ഉമ്മ അങ്ങനെയാണ് റീന. എന്റെ കൊതമേനി ഇങ്ങനെയാണ് റീന. എന്റെ ആയിഷ ബീബി ഇങ്ങനെയാണ് റീന. പിന്നെ കൂട്ടക്കരച്ചിലാണ് എൻ്റെ അടുത്ത് വന്നിട്ട്. ഇസ്രായേൽ യുദ്ധം തുടങ്ങണ്ട, പിന്നെ എന്റെ കമന്റ് ബോക്സിലാ കരച്ചിൽ. ഇവന്മാരുടെ കരച്ചിൽ മുഴുവൻ എന്റെ കമന്റ് ബോക്സിലാ. കരച്ചിൽ കരയുമ്പോ എന്തോർത്താ കരയുന്നത് ഓർത്തും ഉമ്മയെ ഓർത്തും ബീവിയെ ഓർത്തും മക്കളെ ഓർത്തും പിന്നെ ആയിഷ ബീബിയെ, പിന്നെ ആയിഷ ഉമ്മേനെ, പിന്നെ ആമിനത്താത്തേനെ, ഇവരെയൊക്കെ ഓർത്താ കരയുന്നത് മൊത്തം വന്ന് എന്റെ പേജിനകത്ത് വന്നിരുന്നിട്ട്. ഇനി ആർക്കെങ്കിലും കരയണോ?
ധാരാളമായിട്ട് എൻ്റെ പേജ് ഇത് ഇങ്ങനെ തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് വന്നിരുന്നിട്ട് നല്ല വൃത്തിയാണം എന്ത് ചെയ്യുക, എൻ്റെ പേജിൽ കരയുക, മൂഞ്ചുക, പോവുക. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ നിങ്ങൾക്ക് എൻ്റെ പേജിൽ വന്നിരുന്ന് കരയാനായിട്ടുള്ള അവസരങ്ങൾ ഞാൻ തരാതെ പോകത്തില്ല. തുഷാർ രത്നാകരൻ, സിസ്റ്റർ പ്ലീസ് സ്റ്റോപ്പ് യുവർ സ്പീച്ച് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഏത് സിറ്റുവേഷൻ? എന്താ തുഷാർ രത്നാകരൻ? വാട്ട് ഹാപ്പൻ യാ? വാട്ട് ഹാപ്പൻ യാ? എന്താണ് പറ്റിയത് സഹോദര? എന്താണ്? അതെ, മുഴുവനും കുമ്പസാരമാണ്. എല്ലാവർക്കും കുമ്പസാരമാണ്. എൻ്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ കുമ്പസാരിച്ച് മതിയാകത്തില്ല. പിന്നെ കുടുംബചരിത്രം മുഴുവൻ വന്നിരുന്ന് പറയും എന്നോട് വന്നിരുന്നിട്ട്, റീന ഞങ്ങളെ നമ്മൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പറയത്തില്ലേ, അച്ഛാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛാ, എന്നോട് പൊറുക്കണേ അച്ഛാ എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ പറച്ചിൽ മൊത്തമാ, റീന അറിഞ്ഞോ റീന, എൻ്റെ അമ്മ പറവടിയാ റീന. അത് അറിഞ്ഞോ റീന, എൻ്റെ അമ്മ പറവടിയാ, എൻ്റെ ഉമ്മ പറവടിയാന്ന് പറയുന്നത് എങ്ങനെയാ? എൻ്റെ പേജിനകത്ത് കമന്റ് ബോക്സിൽ കൊണ്ടുവന്നിട്ടാ. രഹസ്യത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നതാ. രഹസ്യത്തിൽ പറയാൻ കിട്ടാത്ത വാക്കിന് വന്ന് പറയുമ്പോഴത്തേക്കും ലോകം മുഴുവനും കേൾക്കുന്നു എന്നുള്ളത് ഈ കോയമാർക്ക് മനസ്സിലാകുന്നു. അതിനുള്ള ബുദ്ധിയും ബോധവും പോലും ഉമ്മാർക്ക് ഇല്ലെന്നുള്ളതാ. RF ബലാരി, ഡോണ്ട് നിങ്ങൾക്കെല്ലാം മറുപടി ഞാൻ തരാം. സ്വന്തം പ്രൊഫൈലുകളിൽ വരുന്നവർക്ക് എല്ലാവർക്കും മറുപടിയായിട്ടുണ്ട്. അല്ലാതെ ഫേക്ക് പ്രൊഫൈലുമായിട്ട് വരുന്നവർക്കൊന്നും മറുപടി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഇതിനാൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? അപ്പം എൻ്റെ പ്രൊഫൈലിനകത്ത് വന്ന് രഹസ്യത്തിൽ എന്നോട് റീന എൻ്റെ ഉമ്മ പറവടി, എൻ്റെ ഉമ്മ അങ്ങനെയാണ്, എൻ്റെ ഉമ്മ ഇന്നയാണെന്നൊക്കെ പറയാൻ വേണ്ടി വരുന്നവന്മാരാ. പക്ഷെ ഈ മന്ദബുദ്ധികൾക്ക് ഒരു ബോധവും ഇല്ല. ഈ പ്രൊഫൈലിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവനും കേൾക്കുമെന്ന് പറഞ്ഞിട്ട് രഹസ്യത്തിൽ പറയാൻ ഉദ്ദേശിച്ച് ലോകത്ത് മുഴുവൻ പാട്ടാക്കും. റീനാമ്മയുടെ പേജിൽ വരുമ്പോഴും ആശ്വാസം കിട്ടും കരച്ചിലിന്, അതായിരിക്കുമല്ലേ? അതെ നന്ദകുമാർ ബ്രദറെ, എൻ്റെ പേജിൽ വന്നല്ലേ ഇപ്പൊ കരയുമ്പോൾ ഉമാർക്ക് ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. മനസ്സിലായോ? അപ്പം കരയുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ പേജിൽ വന്നു കരയാം. കൊതമേനി രതീഷ് രവീന്ദ്രൻ, ഒരു മിനിറ്റ്, രതീഷ് രവീന്ദ്രന്റെ എനിക്ക് വയ്യ. ഇവന്മാരുടെ പ്രൊഫൈല് തപ്പി നമ്മളൊരു പരിവാകുമല്ലോ. രതീഷ് രവീന്ദ്രൻ, രവീന്ദ്രനാഥ ടാഗോറോ? അയ്യോ, ഇവന്റെ ഇതില്ലല്ലോ, പ്രൊഫൈൽ എനിക്ക് കിട്ടുന്നില്ലല്ലോ. സാരമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളവിടെ ഉണ്ട്. വരൂ രതീഷ് രവീന്ദ്രൻ. മുഹു 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 മുഹു. നിന്റെ പ്രൊഫൈൽ ഇതാ വന്നു കഴിഞ്ഞു. സ്വത്തുക്കുട്ടി, അവന്റെ ഫോട്ടോ തരൂ. രതീഷ് രവീന്ദ്രൻ, ഇവന്റെ ഭാര്യയുടെ കൊതത്തിൽ പൊടിയാണെന്ന്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ? എടാ വിവരം കെട്ടവനെ, ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ ഭാര്യയുടെ മൂട്ടിന്റെ താഴെ പൊടിയിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് തുടച്ചു കളയാനുള്ള കൈക്കും കാലിനുള്ള ആരോഗ്യം പോലും നിനക്കില്ലേ? നിന്റെ ഭാര്യയുടെ മൂട്ടിലും കൊതത്തിനും അകത്തൊക്കെ പൊടി കയറിയാൽ അത് തുടച്ചു കൊടുക്കണം. അതിനാ നിനക്ക് കൈ തന്നിട്ടുള്ളത്. അത് എന്നോട് വന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? മനസ്സിലായോ? എന്റെ കർത്താവേ, ഇത് എല്ലാം കൂടി എൻ്റെ അടുത്ത് വന്ന് എല്ലാ ജോലിയും എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ എങ്ങനെ ചെയ്യും? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, ഒന്നും അറിയാത്ത ഭാവത്തിലും താളത്തിലും ഒക്കെ. ഇവൻ എന്തെന്റെ സുഖേടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാതെ വന്നിട്ട് അടിമേടിക്കാൻ വേണ്ടിട്ട് വരുക. വല്ലാത്ത ജാതി തന്നെ, ചുമ്മാ കിടന്ന് അടിമേടിക്കുന്നത് വല്ലാത്ത ജാതി തന്നെ. ജിഹാദികൾക്ക് കുരുപൊട്ടി തുടങ്ങിയോ? ചെസ് കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ചെസ് ബോർഡിനകത്ത് കിങ്ങിന് രാജാവിന് ചെക്ക് മേറ്റ് വെച്ച് രാജാവിനെ തീർത്തു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് കളിക്കാൻ നേരമില്ല.
എല്ലാവരും വായി നോക്കിക്കൊണ്ടിരിക്കുക, വടനും കൂട്ടരും എല്ലാം. ഇനിയിപ്പം നമ്മൾ എന്തിനു ചെയ്യൂടേ? ഇതിങ്ങനെയൊന്ന് ഓ എന്റെ ദൈവമേ, ഹംസക്കോയ, എന്റെ പൊന്നു ഹംസക്കോയ, ഇങ്ങനെയൊന്നും ഭാര്യനെ പറയരുത്. ഹംസക്കോയക്ക് ഒരു മനസാക്ഷി എന്ന് പറയുന്നില്ല എൻ്റെ പേജിൽ വന്നിട്ട് ഇങ്ങനെ ഭാര്യയെ പറയാനായിട്ട്. എനിക്ക് വയ്യ. എന്നാലും നിന്റെ ഭാര്യയെ പറഞ്ഞതല്ലേ, നമുക്ക് അവക്ക് വേണ്ടിയിട്ട്, നിന്റെ സങ്കടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഹംസക്കോയെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. മോളു ഹംസക്കോയെ ഇങ്ങോട്ട് തന്നോളൂ. നമുക്ക് ഹംസക്കോയക്ക് ഒരു ചെറിയ സമ്മാനം കൊടുക്കാം. എനിക്ക് വയ്യ. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും ഹംസക്കോയ പറയരുത്. ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? ആ സ്ത്രീ എന്ത് കുറ്റം ചെയ്തിട്ടാണാവോ ഹംസക്കോയ നിനക്ക് ഈ ഭാര്യ ഇങ്ങനെ പറയാൻ തോന്നുന്നത്? മുത്തു, ഹംസക്കോയെ നമുക്ക് ഇങ്ങോട്ട് തരൂ. ഹംസക്കോയക്ക് ഒരു ചെറിയ എന്താ പറയുന്നത്, കോയാ കോയാ ഏ കൊതമത് കോയാ. നമുക്ക് ഹംസക്കോയെ നമുക്കൊന്ന് കോയാ കോയാ ഏ കൊതമത് കോയാ தினவும் ஏறில கோயா கொஞ்சம் இறங்கி வா கோயா ടെൻ 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 കൊതമത് കോയാ കൊതമത് കോയാ ഹുറികൾക്കെല്ലാം സുഖമാണ് എൻ്റെ മോളു. കണ്ടില്ലേ നിങ്ങള് ഹംസക്കോയയെ? ഒന്ന് തന്നോളൂ മക്കളെ ഹംസക്കോയയെ. ചെറുതായിട്ടൊന്ന് ഹംസക്കോയെ നമുക്കൊന്ന് എയറിൽ കയറ്റിട്ട് വരാം. എല്ലാ ദിവസവും കൊതമത് കോയയിലെ ഏറി കയറുന്നത്. നമ്മുടെ മക്കൾ വല്ലതും ലൈവ് കാണുന്നുണ്ടോ? ആരെങ്കിലും ഹംസക്കോയെ ആരെങ്കിലും കണ്ടോ നിങ്ങള്? കണ്ടില്ല എങ്കിൽ ആ ഹംസക്കോയ കൊതമത് കോയ കൊതമത് കോയ ഹൂറികൾക്കെല്ലാം സുഖമാണോ? ഹൂറിയുമില്ല തൂറിയുമില്ല, ഞാൻ വെറുതെ തള്ളിയ തള്ളാണേ. മക്കളെ കിട്ടിയില്ലേ നിങ്ങക്ക് ഹംസക്കോയയെ? കിട്ടിയോ ഇല്ലയോന്നെങ്കിലും ഒരു മെസ്സേജ് ഇട് മക്കളെ. ഹായെങ്കിലും ഇട്. സമയമില്ല നമുക്ക്. അതെ ചേച്ചി, ഹംസക്കോയെ കണ്ടില്ല. അവൻ കമന്റ് മുക്കിയോ? ഹംസക്കോയ കമന്റ് മുക്കിയോ? അയ്യോ, അങ്ങനെ മുക്കല്ലല്ലോ ഹംസക്കോയ. അവൻ കമന്റ് മുക്കി. എടാ ഹംസ, ഹംസ ഇങ്ങനെ കമന്റ് മുക്കരുത് ഹംസ. ഷോ, സുന്ദരനാണോടീന്ന്? അല്ല, കുണ്ടനാണ് രതീഷ്. രതീഷ്, നീ ഒരു കുണ്ടനാണ്. കുണ്ടൻ കുണ്ടൻ, മനസ്സിലായോ? മനസ്സിലായോ? സ്വയം അങ്ങ് ചോദിക്കുക. ഓ, വട്ടുമൂത്തിരിക്കുകയാണെന്ന്. രതീഷ് രവീന്ദ്രൻ വട്ടുമൂത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. താനൊരു നീ ഒരു കുണ്ടൻ തന്നെയാണ്. അസൽ ഒന്നാന്തരം കുണ്ടൻ, മനസ്സിലായോ? കോയ ഓടി. അപ്പം എല്ലാവരുടെ കയ്യിൽ നിന്നും അടി ഉയർന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തിനാടാ ഈ കമന്റ് ബോക്സിനകത്ത് വന്ന് നിങ്ങളൊക്കെ കിടന്ന് കരയുന്നത്? ഹംസ കോയ എന്ത് ചെയ്തു? കമന്റ് മുക്കി ഓടി. ഇനി ആരെങ്കിലും ഒക്കെ ബാക്കി ഇനി ഉണ്ടോ മുക്കാൻ വേണ്ടിയിട്ട്? അതെ അതെ, മറ്റ് മതക്കാരെ എല്ലാം കൊന്നു തള്ളി സ്വർഗമുണ്ടാക്കി സ്വർഗത്തിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേലില് ദൈവത്തിന്റെ കൃപയാൽ കോയയ്ക്ക് ട്രോഫി വേണ്ടെന്ന്. അതെ അതെ അതെ, കോയയ്ക്ക് കുണ്ടൻ ട്രോഫി വേണ്ട എന്നാണ് പറയുന്നത്. ആ കുണ്ടൻ ട്രോഫി മേടിക്കാൻ ഇപ്പൊ രതീഷ് രവീന്ദ്രൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്.
ആ ട്രോഫി ആർക്കും കൊടുക്കില്ലേ, കുണ്ടന്മാർക്ക് കൊടുക്കുന്ന ട്രോഫി എനിക്ക് തന്നെ തരണമെന്നാണ് രതീഷിൻ്റെ ഒരിത്. അതുകൊണ്ട് ആ ട്രോഫി, കുണ്ടൻ്റെ ട്രോഫി ഇറാനിൽ നിന്നും മിഥുജി താങ്കിൾ എന്തുവാടാ നിന്റെ പേര്? ഭീരുവിന്റെ നിലവിളി അതാണ് ഈ കേൾക്കുന്നത്. അതെ അതെ, അതാണ് ഈ കമന്റ് ബോക്സിൽ മുഴുവനും കേൾക്കുന്നത്. ഭീരുക്കളുടെ നിലവിളികൾ മുഴുവനും ഈ കമന്റ് ബോക്സിൽ വന്ന് കേൾക്കുകയാണ്. എടി മറ്റേ മോളെ, എടി മറിച്ച മോളെ, ആ മോളെ, ഈ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേൾക്കുന്ന ഒരു ഇതുണ്ടല്ലോ. ലില്ലി ജോസ്, മക്കളെ ലില്ലി ജോസഫിന് ഒരു ട്രോഫി വേണമെന്ന്, നമുക്കതങ്ങ് കൊടുത്താലോ? ലില്ലി ജോസിന് ഒരു ട്രോഫി വേണം എന്ന് പറയുന്നു. ഡോണ്ട് വറി ലില്ലി, നിനക്കുള്ള ട്രോഫി നിനക്ക് തന്നെ തരുന്നതായിരിക്കും. ഈ ലില്ലി ജോസിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയെങ്കിൽ ഇങ്ങോട്ട് തന്നാൽ നമുക്ക് ലില്ലി ജോസിന് ഒരു ട്രോഫി കൊടുക്കാം. കിട്ടിയോ? ആ ലില്ലി ജോസിനെ കിട്ടിയാൽ ഒന്ന് തന്നോളൂ. ലില്ലി ജോസിനെ കിട്ടിയാൽ ഒന്ന് തന്നാൽ നമുക്ക് ലില്ലി ജോസിന് നല്ലൊരു ട്രോഫി കൊടുത്ത് കിട്ടിയോ സഹോദരങ്ങളെ? ലില്ലി ജോസിനെ കിട്ടിയോ? ഓഹ്, എനിക്ക് വയ്യ. അപ്പൊ ലില്ലി ജോസ് ഫ്രൈക്കാണ്. അപ്പൊ ലില്ലി ജോസ് വണ്ടി വിട്ടോ. ഓക്കെ, നമ്മുടെ ലില്ലി ജോസ് ഇപ്പോൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി ഓടി വന്നിരിക്കുക. മനസ്സിലായോ? ഇത് ഇപ്പൊ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി, ഇത് ലില്ലി ജോസ് ഓടി വന്നിരിക്കുക. അപ്പൊ പെട്ടെന്ന് പ്രൊഫൈൽ ഉണ്ടാക്കി തെറി വിളിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ഉണ്ടാക്കി വരുന്നവരെയൊക്കെ എന്താ പറയുക? അതുകൊണ്ട് പ്രൊഫൈൽ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇവിടെ വന്ന് കരയുക. രതീഷ് രവീന്ദ്രൻ ഒടുക്കത്തെ ഗ്ലാമർ എന്ന്. എനിക്ക് വയ്യ. ഒരു കുണ്ടൻ അത് പറയുന്നത് കേൾക്കുമ്പം സാരമില്ല. നീ ഒരു കുണ്ടനാണെങ്കിലും സത്യം പറയാനുള്ള നിന്റെ ഒരു ഇതുണ്ടല്ലോ, മനസ്സ്, അതിന് സമ്മതിച്ചിരിക്കുന്നു മകനെ. ഫേക്ക് ഐഡികളിൽ വന്ന് കരയരുത് ദയവ് ചെയ്ത്. കരയുന്നവർക്ക് എല്ലാവർക്കും. നൗഷാദ് AP, നായിന്റെ മോൾക്ക് സുഖമാണോ എന്ന് എന്നോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നൗഷാദ് AP ഈ നൗഷാദ് AP എന്ന് പറയുന്ന ഇവൻ ചോദിക്കുക, അവന്റെ ഭാര്യയുടെ അടുത്ത് ചോദിച്ച ചോദ്യവാ. മനസ്സിലായോ? നൗഷാദ് AP ചോദിക്കുക അവന്റെ ഭാര്യ നായിന്റെ മോൾക്ക് സുഖമാണ് എന്ന് എന്റെ അടുത്ത് ചോദിക്കുക. എന്ന് നിന്റെ ഭാര്യ വല്ല കൊതമേനിയുടെ കൂടെ ആയിരുന്നു വരുന്നത് അവക്ക് സുഖമാണോ എന്ന് ചോദിക്കാനായിട്ട്? എടാ നൗഷാദ് AP, നിന്റെ ഭാര്യ കൊതമേനിയുടെ കൂടെ വല്ലതും ആണോ ഇരുന്നത്? നിന്റെ ഭാര്യ നായിന്റെ മോൾക്ക് സുഖമാണോ എന്ന് എന്നോട് ചോദിക്കാനായിട്ട്? അതുകൊണ്ട് നായിന്റെ മോൾ നിന്റെ ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ എന്നോടല്ല ചോദിക്കേണ്ടത്. അവളിപ്പോൾ ഏത് നായോടുകൂടെയാണ് ഭോഗിച്ചുകൊണ്ടിരിക്കുന്നതോ ആ നായോട് പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും നിന്റെ ഭാര്യ നായിന്റെ മോള് സുഖമാണോ അല്ലയോ എന്ന് പറഞ്ഞിട്ട്. എന്നോടല്ല വന്ന് കരയേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? ഇനി ആരെങ്കിലും ഉണ്ടോ കരയാനായിട്ട്? വാട കോയ ഒന്ന് അടിയും വാങ്ങിപ്പോടാ. എന്റെ എരുഷലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ.
ഞങ്ങൾക്കൊതമതിന്റെ മക്കൾ അടിയിരുന്നു വാങ്ങും മക്കൾ എത്ര കൊണ്ടാലും പഠിക്കൂല ഞാൻ. അടികൊണ്ടാലെന്താ കുഴപ്പം, ഹൂറിയുണ്ട് അവിടെ, അതിനായി മരിക്കും നമ്മൾ. എടവാടാ കോയ നേരത്തോട് അടകുണ്ടിക്കടി കൊണ്ടോട് കോയ, വട വട കോയ ഒന്ന് അടിയും വാങ്ങിപ്പോട. ടെൻ 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 ടെൻ. വട വട കോയ ഒന്ന് അടിയും വാങ്ങിപ്പോടാ. ടെൻ 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 ടെൻ. എൻ്റെ യെരുശലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ. ടെൻ 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 ടെൻ. ഞങ്ങൾക്കൊതമതിന്റെ മക്കൾ അടിയിരുന്നു വാങ്ങും മക്കൾ എത്ര കൊണ്ടാലും പഠിക്കൂല ഞാൻ. അടി കൊണ്ടാലെന്താ കുഴപ്പം, ഹൂറിയുണ്ട് അവിടെ, അതിനായി മരിക്കും നമ്മൾ. എടവാടാ കോയ നേരത്തോട് അടകുണ്ടിക്കടി കൊണ്ടോട് കോയ, എടവാട റാസ്കൽ നേരത്തോട് വാട വാട കോയ. ആദ്യം ഹമാസിനായി, പിന്നെ ഹിസ്ബുള്ളയ്ക്കായി, പിന്നെ ഇറാനുമായി കരയുമേ എത്ര കൊണ്ടാലുമേ ഞങ്ങൾ പഠിക്കൂല, ഞങ്ങൾ കൊതമതിന്റെ മക്കളെ. അടികൊണ്ടാലെന്താ കുഴപ്പം, ഹൂറിയുണ്ട് അവിടെ, അതിനായി മരിക്കും നമ്മൾ. അടപോടാ കോയ ഹൂറിയില്ല, അത് തള്ളാകുന്റെ തള്ളു മാത്രം. എവാട റാസ്കൽ നേരത്തോട് എവാട കോയ, എവാട വാട കോയ ഒന്നടിയും വാങ്ങിപ്പോടാ. ടൻ 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 ടൻ. എൻ്റെ യെരുശലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ. ടൻ 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 ടൻ. അപ്പം കോയന്മാർക്ക് എല്ലാവർക്കും ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ഇറാനും ഹമാസും ഹൂത്തികളും എല്ലാം അടികൊണ്ട് ജാകുന്നത് പോലെ എൻ്റെ യെരുശലേം പേജിൽ വന്ന് കോയന്മാർക്കും എല്ലാവർക്കും അടി കൊള്ളാനുള്ള അവസരങ്ങൾ ഇതാ ധാരാളം ധാരാളം ധാരാളം. നിങ്ങൾ വരിക, അടി വാങ്ങിക്കുക, പോകുക, വരിക, അടി വാങ്ങിക്കുക, പോകുക. മനസ്സിലായോ? അല്ലാതെ എൻ്റെ പേജ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ തെറിയും നിങ്ങളുടെ ആവാസനവും നിങ്ങളുടെ വൃത്തികേടുകളും കണ്ട് കമന്റ് ബോക്സും എന്തുവാ കണ്ടിട്ട് അത് എന്തുവാ ചുമ്മാതെ വായി നോക്കിയിരിക്കുന്ന ഒരാളല്ല റീന. നല്ല കൊട ഞാൻ ഇസ്രായേൽ എങ്ങനെ ഇറാന്റെ കുണ്ടിക്കിട്ട് മിസൈൽ കയറ്റി പൊട്ടിച്ച് കൊടുക്കുന്നത് പോലെ, ഹമാസിനെ ചാരമാക്കി തീർക്കുന്നത് പോലെ, ഹിസ്ബുള്ളയെ തീർത്തൊടുക്കുന്നത് പോലെ ഇസ്രായേലിന്റെ മണ്ണിൽ ജീവിക്കുന്ന റീനയും അതേ വിത്ത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ കോയമാരെ എൻ്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ കോയമാർക്ക് ഇതന്നെ ഗതി എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കോയന്മാര് സൂക്ഷിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോയന്മാർക്ക് നല്ല എന്താ പറഞ്ഞ നല്ല കൊട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇറാന് വേണ്ടി കരയുകയും ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി മോങ്ങുകയൊക്കെ ചെയ്യുന്ന കോയന്മാരെല്ലാം സൂക്ഷിക്കുക. നിങ്ങൾക്ക് കരച്ചിലേ വിധി, കരച്ചിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതം. അതിനുവേണ്ടി മാത്രം നിങ്ങൾ ജനിച്ചവരും ജീവിക്കുന്നവരുമാണ്. നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ ഇസ്രായേലിന്റെ പക്ഷത്ത് ചേരൂ. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്ന് പറഞ്ഞൊരു പരസ്യമില്ലേ, ഇസ്രായേലിനോട് ചേരൂ സന്തോഷിച്ചുല്ലസിക്കൂ, ഇസ്രായേലിനോട് ചേരൂ സന്തോഷിച്ചുല്ലസിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഇറാനോട് ചേർന്നിയോ ഹമാസിനോട് ചേരുകയോ എന്താ പറയുന്ന ഹൂത്തികളോട് ചേരുകയോ ഹിസ്ബുള്ളയോട് ചേരുകയോ നിങ്ങൾക്ക് എന്നും ഇങ്ങനെ ഇരുന്ന് മോങ്ങാനുള്ള വിധി മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ദാവൂദ് ഇരുന്ന് കരയുന്നത്? നമ്മുടെ കൊതമേനി എന്ന് പറയുന്നത് നെട്ടും ബോൾട്ടുമുള്ള മനുഷ്യനായിരുന്നു. നെട്ടും ബോൾട്ടും ഒരുപിടി ഊരിക്കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇറാന്റെ നെട്ട് ഊരണമെങ്കിലും ബോൾട്ട് ഊരണമെങ്കിലും കൊതമേനി വിചാരിക്കണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദാവൂദിന്റെ കരച്ചിൽ കാണുമ്പോഴുള്ള അതാണ് സഹിക്കുന്നില്ല. മനസ്സിലായോ? ദാവൂദിന്റെ കരച്ചിലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ അടുത്തത് ഇനി ദാവൂദിന്റെ അടുത്തുള്ളത് എന്ത് ചെയ്യും? ദാവൂദിനെ മീഡിയ ഫണ്ടിന്റെ ദാവൂദിനെ കൊണ്ടുപോയിട്ട് ചിലപ്പം എന്തുവാ റെവല്യൂഷണറി ഗാർഡിന്റെ നേതാവാക്കി വെക്കാൻ സാധ്യതയുണ്ട്. പൊട്ടിത്തെറിക്കാൻ ഞങ്ങളിതാ റെഡിയാണ്.
വിജു മാമ്പിള്ളി. വിജു മാമ്പിള്ളി, അധികം അഹങ്കരിക്കല്ലേ. ഒരു മിനിറ്റ്, വിജു മാമ്പിള്ളിക്ക് എന്തോ ഒരു ചെറിയൊരു പിരി പോയി കിടപ്പുണ്ട്, നമുക്കത് കൊടുത്ത് പറഞ്ഞു വിടാം. കോയമാർക്ക് മാത്രമല്ല, ഇതുപോലുള്ള വിജു മാമ്പള്ളിക്കും മറ്റവന്മാർക്കും എല്ലാം ഉള്ള മരുന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവന്മാർക്കും ഞാൻ തരാം, ഇപ്പൊ തരാം. എന്തുവാ, അധികം അഹങ്കരിക്കല്ലേ, നിരപരാധികളാണ് ബലിയാടുകൾ. ഓഹോടാ, ഇസ്രായേലിലപ്പോ നിരപരാധികളില്ല. ഇസ്രായേലുള്ളവരൊക്കെ ബാക്കി ആരാടാ? കഴിവറടാ മോനെ, എടാ പന്ന വൃത്തിയുടെ നായിന്റെ മോനെ. ഇസ്രായേലുള്ളവർ ബാക്കി ആരാ? നിരപരാധികളല്ലേ? അവന്റെ പ്രൊഫൈൽ ഇങ്ങോട്ട് തന്നെ, ഇവനിട്ട് 2 കൊടുക്കട്ടെ. അവന് ബാക്കിയുള്ളവരൊന്നും, നിരപരാധികൾ ബലിയാടുകൾ ആരുടെയും ദുരിതം കണ്ടോ മരണം കണ്ടോ ആഹ്ലാദിക്കരുത്. പോടാ ചറ്റേ. ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? ദുഷ്ടന്റെ മരണത്തിൽ ഉല്ലസിക്കണമെന്നാ പറഞ്ഞ, ആർപ്പ് വിളിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ പ്രൊഫൈൽ ഇങ്ങോട്ടും തന്നെ. ഇതാണ് ആ ഊള. ഈ ഊളയാണ് പറയുന്നത്, ആരുടെയും ദുരിതം കണ്ടോ മരണം കണ്ടോ ആഹ്ലാദിക്കരുത് പോലെ. നീ ഒരു കാര്യം ചെയ്, കൊതമേനിക്ക് വേണ്ടി പോയിരുന്നങ്ങ് കര, പോയി അപ്പുറത്ത് മാറിയിരുന്നങ്ങ് മോങ്ങ്. ദുഷ്ടന്റെ മരണത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കത്തേ ഉള്ളൂ, ഞങ്ങൾ സന്തോഷിക്കും, ഞങ്ങൾ അർമാദിക്കും. കാരണം ദുഷ്ടനെയും നല്ലവരെയും തിരിച്ചറിയാനുള്ള കപ്പാസിറ്റിയും കഴിവും ഞങ്ങൾക്കുണ്ട്. നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാരും വിവരം കെട്ടവന്മാരുമാണ് ദുഷ്ടന്റെ കൂടെ ചേർന്നിരുന്ന് എന്ത് ചെയ്യും? ദുഷ്ടന്മാരുടെ കൂടെ ചേർന്നിരുന്നിട്ട് നീയൊക്കെ അവന്മാർക്ക് കുഴിലൂതി കൊടുക്കുന്നവന്മാരാ, കുണ്ടന്മാരാ. നീ കുണ്ടനായതുകൊണ്ട് നീ പോയിരുന്ന് അവന്റെ കൂടെ ഇരുന്നങ്ങ് മോങ്ങ്, അവന് കൊതവും കൊടുത്ത്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. പറഞ്ഞ മനസ്സിലായോ? നല്ലതും തീയതും തിരിച്ചറിയാൻ കഴിയാത്ത വിഡി. അയ്യോ, ലക്ഷ്മി പ്രിയയുടെ പേരും ഒക്കെ ഇട്ട് ഫേക്ക് ഐഡി കൊണ്ടുവന്നിരിക്കുക കരയാനായിട്ട്. എടാ പോടാ വിവരം കെട്ടന്മാരെ. വരുന്നെങ്കിൽ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വരടാ. മനസ്സിലായോ? എന്നോട് മുട്ടാനാണെങ്കിൽ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വാ. മനസ്സിലായോ? എന്റെ ഫുഡിരുന്ന് കരിയുന്നു, ശബാത്തിനുണ്ടാക്കി വെച്ച ഭക്ഷണം ഇരുന്ന് കരിയുന്നു. ഈ ശബാത്ത് ദിവസമാണെങ്കിൽ പോലും ഇവന്മാരുടെ യുദ്ധത്തിന് ഒരു കുറവില്ല. ദൈവവചനം പറയാൻ വേണ്ടി വരുന്നത് അപ്പോഴേക്കും വന്നോളും ഇറങ്ങി തിരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇസ്രായേലിലുള്ള നിരപരാധികളെ കൊന്നൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാഹുവിന്റെ തൂറാന്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സ്വന്തം പ്രൊഫൈൽ ഇട്ട് വാ ഹുസൈൻ, ഞാൻ നിനക്ക് മറുപടി തരാം. അതിനെന്താ മറുപടി എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ നിനക്ക് തരാം. ഒരു സ്വന്തം പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു സാധനം ഇട്ട് വന്നാൽ മാത്രം മതി. ഓക്കെ, അതിനുള്ള തൻ്റെ ഇടം കാണിച്ചു വാ. മനസ്സിലായോ? നിരപരാധികളായ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും കൊന്നൊടുക്കണം എന്റെ തൂറാന്റെ പുസ്തകത്തെ എഴുതി വെച്ചിരിക്കുന്നവന്മാർ കണ്ടിട്ടില്ല. ഫേക്ക് ഐഡികൾ കൊണ്ടുവന്ന് കമന്റ് എടുത്ത് അങ്ങ് തള്ളി അങ്ങ് മറിക്കുക. മനസ്സിലായോ? തൂറാന്റെ പുസ്തകത്തിനകത്ത് നിരപരാധികളായ യഹൂദന്മാരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഒരിടത്തും ഒറ്റ മനുഷ്യരെയും യഹൂദന്മാർ ദ്രോഹിച്ച ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു യഹൂദൻ ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞോ മണ്ണെറിഞ്ഞോ ദ്രോഹിച്ച ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അഷ്കർ എടയാ കഴിയൂർ. ഒരു മിനിറ്റ് അഷ്കറെ, ഡോണ്ട് വെറി. നിന്റെ ഉമ്മയ്ക്ക് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്നുള്ളത് നമുക്കിപ്പൊ തന്നെ തീർക്കാം. കേട്ടോ? അഷ്കർ ഇടക്കഴിയൂർ. എന്നെ കണ്ടപ്പോൾ അവന് തോന്നിക്കാണും കണിയാത്തിയാണ്, കൃത്യമായിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിവുള്ള ഒരാളാണെന്ന് തോന്നിക്കാണും. ആർക്ക്? അഷ്കർ ഇടക്കഴിയൂർക്ക്. അതുകൊണ്ടാണ് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ ഉമ്മയ്ക്കെന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുക.
ഡോണ്ട് വറി. അഷ്കറിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായി പറയാൻ പറ്റും നിന്റെ ഉമ്മയ്ക്ക് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ എന്ന് പറഞ്ഞ്. ഡോണ്ട് വറി അഷ്കറെ. ഒരു മിനിറ്റ്, എന്റെ ഫോൺ ഒന്ന് ദേ ഇതായിരിക്കുക, ഒന്ന് ഓണായി വരുക. മനസ്സിലായോ? അതുകൊണ്ട് അത് ഓണായി വരുന്ന ഒരു സമയത്തിന്റെ ഒരു ഗ്യാപ്പ് തന്നാൽ നമുക്ക് അഷ്കറിന്റെ ഉമ്മയ്ക്ക് ദാ ഒരു മിനിറ്റ്. അഷ്കർ, ഡോണ്ടിയാ തന്നോളൂ. ദാ ഇതാണ് അഷ്കർ. അഷ്കറിന്റെ പോസ്റ്റ് എന്ത് ദൈവമേ, പോസ്റ്റാണോ? ഫോട്ടോസ് ഇല്ലേ? SDP-യാ? ഓ, അതുകൊണ്ടാണ് ഉമ്മയുടെ കൂലി ചോദിച്ചതല്ലേ? ദാ ഇതാണ് അഷ്കർ. അവന്റെ ഫോട്ടോ കാണിച്ചതും പോയി. സാരമില്ല, നമുക്ക് വീണ്ടും റെഡിയാക്കി കൊണ്ടുവരാം. അപ്പം അഷ്കറിന്റെ ഉമ്മയ്ക്ക് ദിവസക്കൂലി എന്നാണ് എൻ്റെ അറിവ്. മനസ്സിലായോ അഷ്കറെ? അഷ്കറിന്റെ ഉമ്മയ്ക്ക് ദിവസക്കൂലിയാണ്. SDP-യിലുള്ള പ്രവർത്തകരാണ് കൂലി കൊടുക്കുന്നതെന്നുമാണ് എൻ്റെ അറിവ്. പിടികിട്ടിയോ? ഇനി എന്തെങ്കിലും അഷ്കറിന് അറിയാനുണ്ടോ? അഷ്കറെ, എൻ്റെ ഭാഗത്തു നിന്ന് വല്ല അറിവും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ബഷീർ നെഹിക്കാട്ടിൽ, നീയൊന്നും ചാകുന്നില്ലേ? കൊതമതിന്റെ മയ്യത്ത് തോണ്ടിപ്പൊളിച്ച് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് സകല ചരിത്രവും തോണ്ടിയെടുത്തതിന് ശേഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ മരണം. അതുകൊണ്ട് എന്റെ മരണം ഓർത്തൊന്നും നിങ്ങൾ ആരും വിഷമിക്കരുത് എന്നതിനാൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പം അഷ്കറിന്റെ ഉമ്മയ്ക്ക് ദിവസക്കൂലിയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. നിസാർ കുനിയിൽ, നിസാർ കുനിയിൽ, ഇവനെക്കുറിച്ച് ഞാൻ അന്നൊരു ദിവസം ഇവനെ കുണ്ടിക്കടി കൊണ്ട് ഓടിച്ചതാണല്ലോ. നിസാർ കുനിയിൽ മിസൈലിന് പോലും വേണ്ടാത്ത വർഗീയവാദി. മിസൈലിന് വേണ്ടാത്തതല്ല, മിസൈലിന് പോലും പേടിയാ. അതാണ് സംഭവം. മിസൈല് പോലും വരുന്ന വഴിക്ക്, ഞാൻ പോകുന്ന വഴി കാണുമ്പോഴേക്കും റീനയോ എന്നാ ഇതിലേ കൂടി അങ്ങ് പോയേക്കാം, അറിയാത്ത കണക്ക് പോയേക്കാം എന്ന് പറഞ്ഞ് മിസൈല് പോവുക. അല്ലാതെ മിസൈല് വേണ്ടാത്തത് കൊണ്ടല്ല എന്നുള്ളത്. ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പം ഇതാണ് നമ്മുടെ അഷ്കറിനെ കാണിച്ചപ്പോഴേ അഷ്കർ ഓടി. അപ്പൊ ഒന്നുകൂടി നമുക്ക് അഷ്കറിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതാണ്ടോ, ഇതാണ് അഷ്കർ. അപ്പൊ അഷ്കറിന്റെ ഉമ്മയ്ക്ക് അഷ്കറെ ദിവസക്കൂലി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ച് ഉത്തരം തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അഷ്കറെ, ഉമ്മച്ചിക്ക് ദിവസക്കൂലി തന്നെയാണ്. പിന്നെ SDP പ്രവർത്തകരാണ് കൊടുക്കുന്നതെന്നാണ് അതും ഒരു അറിവ്. ഇനി എന്തെങ്കിലും അറിയണോ എൻ്റെ ഭാഗത്തുനിന്ന്? എനിക്ക് വയ്യ. ഇത് CID-കളോട് ചോദിക്കുന്ന കണക്കാ എന്നോട് വന്ന് ചോദിക്കുന്നത്. ഞാൻ മൊസാദാണ്, അതും കൂടി ഓർത്തതുകൊണ്ടായിരിക്കും അവൻ ഇത്ര ധൈര്യത്തോടെ ചോദിക്കുന്നത്. നമ്മുടെ കൊതമേനിയുടെ ബങ്കർ വരെ കണ്ടുപിടിച്ചു, കൊതമേനിയുടെ ബങ്കറിൽ കൊണ്ടുവരെ ബോംബിട്ടു. അപ്പൊ അത്രയും കഴിവുള്ളൊരു മൊസാദിനോട് പോയി ഇങ്ങനെ ചോദിക്കാൻ അവർക്കുള്ള ഹാജ മൊയ്തീൻ ഡോണ്ട് പ്രൊഫൈൽ ഇട്ടിട്ട് വന്ന് ഹാജ മൊയ്തീൻ ഹാജിക്കോളൂ. കേട്ടോ, പ്രൊഫൈൽ ഇട്ടിട്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന് കരയൂ. ഡോണ്ട് വറി, നിങ്ങളുടെ കരച്ചിലെല്ലാം കേൾക്കാൻ ഒരു സുഖമുണ്ട്. ദാസ, എന്ത് രസമാ രാസ ഇവരുടെ കരച്ചിൽ കേൾക്കാനായിട്ട്. നോബി പോൾ, ഹൗ ദ സിറ്റുവേഷൻ ദേർ ചേച്ചി? ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ ശാന്തമാണ്. ഒരു യുദ്ധഭീതിയും ഇവിടെ ഇല്ല.
എല്ലാ ആൾക്കാരും സമാധാനത്തോടു കൂടി എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ജീവിക്കുന്നു. നാട്ടിലെ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് പറയുന്നത് ഓ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ഭൂനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കുസുമകുമാരി ഖുഞ്ചി എന്ത് പേരൊക്കെ ഇട്ടാണോ പ്രൊഫൈലിൽ ഉണ്ടാക്കി വരുന്നത്. ചന്ദ്രശേഖർ, ഞാനൊരു മെസ്സേജ് അയച്ചു, മറുപടി കിട്ടിയില്ല. ഈ സൗന്ദര്യം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു? ചിരിയാണ് മകനെ രഹസ്യം, സന്തോഷമാണ് മകനെ രഹസ്യം. പിന്നെ ഈ സംസാര ശൈലി യഹൂദ മക്കളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കിട്ടിയ സംസാര ശൈലിയാണ്. ഇനി വല്ലതും അറിയാനുണ്ടോ? ഇനി മറുപടി കൊടുത്തില്ല എന്ന് വേണ്ട. മനസ്സിലായോ? ഇനി ആരെങ്കിലും ഉണ്ടോ കരയാനായിട്ട്? ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ കരയാനായിട്ട്? അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിലെ അവസ്ഥകളെല്ലാം എന്ന് പറയുന്നത് ആരും ഓർത്ത് ദുഃഖിക്കണ്ട. നമ്മുടെ തലയിൽ കൂടി ഉമ്മ ഗുളിക കഴിച്ചില്ലെന്നോ? അയ്യടാ അഷ്കറെ, എന്ത് പറയാൻ, ഉമ്മ ഗുളിക കഴിച്ചില്ലെന്ന്. അഷ്കറിന്റെ ഉമ്മയ്ക്ക് എന്തിന്റെ ഗുളികയാണ് ഉമ്മ കഴിക്കാത്തത് അഷ്കറെ? കാമഭ്രാന്തിന്റെയാ? എനിക്ക് വയ്യ. ദിവസക്കൂലി മേടിക്കുന്ന അഷ്കറിന്റെ ഉമ്മ ഇന്ന് ഗുളിക കഴിച്ചില്ല എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അഷ്കറെ? ഗുളിക കഴിപ്പിക്കേണ്ടതൊക്കെ നിന്റെ ഉത്തരവാദിത്വമല്ലേ അഷ്കറെ? ഷെടാ, ഗുളിക കഴിപ്പിക്കേണ്ടത് അഷ്കറിന്റെ ഉത്തരവാദിത്വമാണ്. അത് എന്നോട് ഒരു മിനിറ്റേ, നമുക്കിത് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അഷ്കറിന്റെ ഉമ്മയുടെ ഗുളിയെ കഴിപ്പിക്കേണ്ടത് അഷ്കറെ നിന്റെ ഉത്തരവാദിത്തമാണ്. ഷിസാ സുബു, അതെന്താണ് ഷിഷാ സുബു നിന്റെ പേര്? അതെന്താ നിന്റെ പേർക്ക് അങ്ങനെ ഒരു പ്രത്യേകത? ഷിഷാ സുബു കണ്ണാടി വെച്ചത് കൊണ്ട് ആളെ തിരിച്ചറിയില്ലെന്നാണോ കരുതിയത്? നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ഫോൺ ഡിറ്റക്റ്റീവ്. അത് കണ്ണാടി വെച്ചാലും തിരിച്ചറിയും. ഒന്ന് ഓണായി വരട്ടെ. നമുക്ക് നിന്റെ ഫോണിന് ഒന്ന് ഓണായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പണി കൊടുക്കാം. മക്കളെ, ഷിഷാ സിബുവിനെ ഇങ്ങോട്ട് തരൂ. എന്തൊക്കെയോ ഷിഷാ സിബുവിന് പറയണമെന്ന്. പറയാലോ, തരാം. ഡോണ്ട് വറി, വിഷമിക്കരുത്. എല്ലാവർക്കും വരിയായിട്ട് വരിക, കരയുക, അടിമേടിക്കുക, പോവുക. വാട കോയ ഒന്ന് അടിയും വാങ്ങിപ്പോടാ. എന്റെ എരുശലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ. ഒരു കോയ വന്നിരിക്കുന്നത് കണ്ടോ? ഈ കോയ പറയുകയാണ് മോന്ത കണ്ടിട്ടില്ലേന്ന്, പൊലയാടി മോളുടേന്ന്. ഉമ്മയുടെ ഫോട്ടോ ഇട്ടാലല്ലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ആ പൊലയാടി മോൾ ഉമ്മയുടെ ഫോട്ടോ. നിന്റെ ഫോട്ടോ ഇട്ടിട്ട് മോന്ത കണ്ടിട്ടില്ല റീന, എന്റെ പൊലയാടി ഉമ്മയുടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറഞ്ഞു തരാനാ? ഷിഷാസിബുവിന്റെ ഫോട്ടോ ഇടാതെ ഉമ്മേന്റെ ഫോട്ടോ ഇട്. എന്നിട്ട് ചോദിക്ക്, എന്റെ ഉമ്മേന്റെ പൊലയാടി ഉമ്മയുടെ മോന്ത കണ്ടിട്ടില്ലേ? ഓ, പൊലയാടി മോളാണോ? മോളുടെ ഫോട്ടോയാണോ? എന്റെ പ്രിയ സഹോദരങ്ങൾ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഷിഷാസിബുവിന്റെ ഉമ്മയല്ല, മോളാണ് പൊലയാടി എന്നാ അവൻ പറയുന്നത്. ഓ, ഇങ്ങനെയൊക്കെ പേരിടുവോ മക്കൾക്കൊക്കെ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. സഹോദരങ്ങളെ, എന്ത് മനുഷ്യരാ സഹോദരങ്ങളെ. ഇത് അടുത്ത ആള് വന്നിട്ടുണ്ട്. ഇന്ന് അടി വാങ്ങിക്കാൻ വേണ്ടി ജന്മം കെട്ടിയെടുത്ത് വരികയാണ്. അതിനിടയിൽ എന്റെ ഫോണ് ഇവന്മാരുടെ മോന്ത കാണുന്നത് കൊണ്ടാണോ ഓഫായി പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പെരുച്ചാഴി മോന്തയുള്ളവന്മാരുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോണ് ഓഫായി പോയ. സലാം
പി വി, നിന്റെ മോന്ത കണ്ടപ്പോഴാണ്, അത് പെരിച്ചാഴി മോന്തയാണെന്ന് കണ്ടത് കൊണ്ടാണ് അത് ഓഫായി പോയത്. മനസ്സിലാവുന്നുണ്ടോ? ഓഫായി പോവുക. നിന്റെയൊക്കെ മോന്ത കാണുമ്പോഴേ അത് ഓഫാകുമോ? ഞാൻ എന്ത് ചെയ്യാനാ? ഷെടാ വട്ടന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിഹാരം ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുവിൻ. ഇവിടത്തിൽ ഉങ്ങൾ തേവയാനതേ കേട്ടു വാങ്ങുങ്ങൾ. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങിച്ചു കൊള്ളുവിൻ. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങുവിൻ. എന്റെ മണ്ടയിൽ മിസൈൽ വീഴുന്നില്ലെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇറാനോട് പറ നല്ല ഉന്നം വെച്ചൊന്ന് അയക്കാനായിട്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ കേൾക്കത്തില്ലേ ഇറാൻ? ഷെടാ, ഇതിപ്പോ ഇറാൻ അയക്കാത്തതിനിപ്പോ ഞാനാണോ കുറ്റക്കാരി എന്നോട് വന്നിരുന്ന് കരയാനായിട്ട്? ഇറാൻ അയക്കാത്തന്നെ ഞാനാണോ കുറ്റക്കാരി? എന്റെ മണ്ടയിൽ ഒരു മിസൈൽ വീഴുന്നില്ലെന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ കരച്ചില് മുഴുവനും. കരച്ചില്. പൊങ്കലോ പൊങ്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കരച്ചില. സലാം ഗുലാം സലാം ഗുലാം, എൻ കയ്യിലെ ഇരുന്ന് അടി വേങ്കറ സലാം ഗുലാം. ഇതാരാ? ബഷീർ നെഹാട്ടിൽ. ഇവൻ എന്തെങ്കിലും ഇട്ടോ കമന്റ്? നമുക്ക് നോക്കാം. ബഷീർ നെഹാട്ടിയുടെ കമന്റ് ഞാൻ കണ്ടില്ല. ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് സലാമിനെ ഒന്ന് തരൂ നിങ്ങൾ. സലാം ഗുലാം സലാം ഗുലാം. സലാമിനെ കണ്ടോ പ്രിയ സഹോദരങ്ങളെ? സലാം. ബഷീർ നെഹിക്കാട്ടിൽ. കാട്ടിൽ ഒളിച്ചിരിക്കുന്നവനാ എന്നോട് പറയുന്നത് ഞാൻ ബംഗറിൽ ഇപ്പോൾ ഒളിക്കണമെന്ന്. അവന്റെ പേര് നിങ്ങൾ നോക്കേ. അവൻ കാട്ടിൽ ഒളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാണേ, കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് പറയുവാ ഞാൻ ബംഗറിൽ പൊളിക്കണമെന്ന്. എന്തിനടാ? എടാ, നീ ഒളിച്ചിരിക്കുന്നതേ നെഹിക്കാട്ടിൽ. അങ്ങനെ ഒരു കാടുണ്ടോ? കുറ്റിക്കാട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നെഹിക്കാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബഷീർ നെഹിക്കാട്ടിലെന്ന്. ബഷീർ കുറ്റിക്കാട്ടിൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നെഹിക്കാട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവൻ കാട്ടിൽ ഒളിച്ചിട്ട് എന്നോട് പറയുവാണേ ബീറീന ബംഗളിൽ പോയി വിളിക്കുന്നു. ആദ്യം നീ കാട്ടിനകത്തുനിന്ന് താഴേക്ക് ബംഗറിലോട്ട് നീ ആദ്യം ഓടിക്കേറ്. കാരണം എന്ന് വെച്ചാൽ റഹ്മത്തുള്ള തയ്യിൽ. പ്രിയ സഹോദരന്മാരെ, ഇവരോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കണ്ടോ? റഹമത്തുള്ളക്കുണ്ട് ബുദ്ധി. റഹമത്തുള്ള കോലക്കവത് കണ്ടോ? ഈ റഹമത്തുള്ളക്കുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ സഹോദരങ്ങളെ. ആ മനുഷ്യൻ ബുദ്ധിയോടെ പറഞ്ഞു ഇവരോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന്. അല്ലെങ്കിൽ അടി എരന്ന് കിട്ടുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ ഇവിടെ വരുന്ന കോയമാർക്ക് ഇതറിയാതെ പോയല്ലോ. ആ നവാസിന് ഒന്ന് തരാൻ ഞാൻ ആവശ്യപ്പെട്ടു. സലാം പി വി. എന്താ സലാം പി വി? ഒറ്റ പ്രൊഫൈലിനകത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നേ. സലാം പി വി. ഇതാണ് സലാം പി വി. പെരിച്ചാഴി ഓന്തു മോന്തയൻ എന്നാണ് ഇതിന് പേര്. മനസ്സിലായോ? യാഹിയ സിൻവർ പെരിച്ചാഴി. ഫസ്ലു, ആദ്യം നിന്റെയൊക്കെ ഒരു ഭീകര രൂപമെങ്കിലും ഒരു പ്രൊഫൈലാക്കി ഇട്ടിട്ട് വന്നിട്ട് നീ എന്നോട് പറ. എന്റെ ഭീകര രൂപത്തെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ആദ്യം നിന്റെ മനസ്സിലായോ? നിന്റെ ഭീകര രൂപത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. മനസ്സിലായോ?
ഓക്കെ. ഏയ്, പ്രൊഫൈൽ ഫേക്ക് ഐ ഡിയിൽ വരരുത്. ഷിസ സുബു തന്തയില്ലാതെ ജനിച്ചവനല്ലേ? അതെ, തന്തയില്ലാതെ ജനിച്ചതാണ് കൊതമത് കോയ, അറിയത്തില്ലേ? നമ്മുടെ കൊതമത് മമ്മദ് കോയ, കൊതമത് കോയ തന്തയില്ലാതെ ജനിച്ചത് തന്നെയാ. അതുകൊണ്ടാണ് ദിവ്യഗർഭവും തൂക്കി പിടിച്ചുകൊണ്ട് 4 വർഷം ആമിനത്താത്തേക്ക് അലയേണ്ടി വന്നത്. സുബു ഷിഷാസിന് ഒരു സംശയം, നമുക്കത് തീർത്തു കൊടുത്തേക്കാം. ദാ ഷിഷാസുബു പറയുകയാണ്, കൊതമത് തന്തയില്ലാതെ ജനിച്ചതാ, അതുകൊണ്ടാ കൊതമത് കേരളത്തിൽ വരാൻ മടിക്കുന്നതെന്ന്. കൊതമത് കേരളത്തിൽ വരാൻ മടിക്കുന്നത് തന്തയില്ലാതെ ജനിച്ചത് കൊണ്ട് മാത്രമല്ലടാ. കൊതമേനയുടെ ശവം ഇപ്പൊ ഇരുന്ന് പുഴുവരിച്ച് അസ്ഥിക്കൂടവും ദഹിച്ച് എല്ലാം കൂടി പോയി മണിനകത്തിരിക്കുന്നത് കൊണ്ടാ. തന്തയില്ലാതെ ജനിച്ചതാണെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാ. 4 വർഷം ആമിനത്താത്ത ഗർഭം തൂക്കിക്കൊണ്ട് നടന്നില്ലായിരുന്നോ നിങ്ങളുടെ ലോജിക്ക് വെച്ചിട്ട്? കുന്നിൻ ചെരുവിലെ ഈത്തപ്പനെ ഓടി നടന്ന് ആമിനാത്ത തന്തയില്ലാതെ വെടിവെച്ചിട്ടു. ആ വെടിവെച്ചിട്ട് ഗർഭത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം? സ്വയം ഒരു ആകെയുള്ളൊരു കുത്തുനബിയാ. ഈ കുത്തുനബിയെ എങ്ങനെ എല്ലാവരുടെ മുമ്പിലും എന്ത് ചെയ്യണം, വെള്ളഭൂഷണം എന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആമിനത്താത്തേക്ക് 4 വർഷത്തെ ദിവ്യഗർഭം ഉണ്ടാക്കി കൊടുത്തു. അതല്ലേ സത്യം? അപ്പൊ തന്തയില്ലാതെ ജനിച്ചവനാണെന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. ഷെടാ, നീ കരയുന്ന കാലം വരുന്നു മകളെ, അന്ന് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ബഷീർ നെഹിക്കാട്ടിൽ, നീ കാട്ടിലിരുന്നു കൊണ്ട് അവിടെ ഇരുന്ന് മോങ്ങ്. എന്റെ കരച്ചിലും കാണാൻ വേണ്ടി കാത്തിരുന്ന് മോങ്ങ് നെഹിക്കാട്ടിൽ. നിന്റെ കാട്ടിലിരുന്നുള്ള കരച്ചിലെങ്കിലും നിന്റെ തള്ളാഹു കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. ബംഗറിലിരുന്ന് കരയണ്ട, നീ കാട്ടിൽ പോയിരുന്ന് കരഞ്ഞാൽ മതി. മനസ്സിലായോ? നെഹിക്കാട്ടിൽ. അപ്പം ആ നെഹിക്കാട്ടിലിന്റെ ലൊക്കേഷനും കൂടി ഒന്ന് ഇട്ടേക്ക് കേട്ടോ. അത് ഏത് കാട്ടിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെയ്ക്കും. നീ കരയുന്ന കാലം വരുന്നു മകളെ, അന്ന് നമുക്ക് കാണാം. അന്ന് കാണണ്ടേ, ഇന്ന് കാണാം. മതിയോ? ഞാൻ കരയുന്ന കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എനിക്ക് ഇത് തള്ളാകുവിന്റെ അന്തിമ വിജയം എന്ന് പറയുന്ന പോലെ ഉണ്ട്. എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാ ഉവ്വേ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഉവ്വേ? ഒരുത്തവൻ വന്നിട്ട് പറയുന്നു കൊതമതിന് തന്തയില്ലാതെ ജനിച്ചയാണെന്ന്. നിങ്ങൾ തന്നെ വരും, എരന്ന് അടി മേടിക്കും, പോകും. എന്റെ കയ്യിൽ വടി കൊണ്ട് തരും, അടി മേടിക്കും, പോകും. ആ ചുമ്മാതെ കിടക്കുന്ന ആ കൊതമതിനെ ഏറിക്കേറ്റേണ്ട വല്ല കാര്യമുണ്ടോ? തന്തയുടെ കഥ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കേ. ആ കൊതമതിനെയൊന്നും ഞാൻ ആമിനത്താത്തയും കൊതമതിനെയൊന്നും ഞാൻ ഏറിക്കേറാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. മുഹമ്മദ് റിൻഷാദ് ഖാൻ കണ്ണനല്ലൂർ. കണ്ണനല്ലൂരിൽ ഇരുന്നു കൊണ്ടൊരു മുഹമ്മദ് റിൻഷാദ് ഖാൻ ഡി വേശി. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അമ്മ വേശിയോ? അയ്യോ, എനിക്ക് വയ്യ. എന്റെ കർത്താവ്, എന്തുവാ മുഹമ്മദ് ഇങ്ങനെ ഉമ്മേനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നേ? ഡോണ്ട് വെറി, നിനക്ക് നിന്റെ ഉമ്മയെ ഒന്ന് പരിചയപ്പെടുത്തണം എല്ലാവരുടെ മുമ്പിൽ, അത്രയല്ലേ ഉള്ളൂ. മുഹമ്മദ് അത്രയ്ക്ക് അങ്ങടെ പിടി കിട്ടിയില്ല എന്ന് തോന്നുന്നു. ആളെ എത്ര അങ്ങ് പരിചയമില്ലെന്ന് തോന്നുന്നു. മുഹമ്മദ് ആവേശം കൊണ്ട് എഴുതിയതല്ലേ, സാരമില്ല, നമുക്ക് പരിഹരിക്കാം. മുഹമ്മദ് എന്തോ പേര്? റിൻഷാദ് ഖാൻ. എനിക്ക് വയ്യ. അമീർ ഖാൻ, സൽമാൻ ഖാൻ, സെയ്ഫ് അലി ഖാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. റിൻഷാദ് ഖാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സാരമില്ല, നമുക്ക് റിൻഷാദ് ഖാൻ ആണെങ്കിലും ഏത് ഖാന്റെ ഉമ്മ ഏത് ഖാന്റെ കൂടെ പോയിട്ടാണ് ഇവനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവന്റെ റിൻഷാദ് ഖാൻ, അയ്യോ എനിക്ക് വയ്യ. ഇവന്റെ സ്പെല്ലിംഗ് അടിച്ച് തന്നെ മനുഷ്യന് വാട്ടാകും തോന്നുന്നു. കണ്ണനല്ലൂർ. ഹായ്, കണ്ണനല്ലൂർ സ്ഥലപ്പേര് വരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് വേണം? നാട്ടുകാർക്ക് എല്ലാവർക്കും അവരുടെ ഉമ്മ വേശിയാണ്, പുണ്ടച്ചിയാണ്, എന്തൊക്കെയോ ആണെന്നാണ് അവൻ പറയുന്നത്. അവന്റെ ഉമ്മ ആദ്യം സഹോദരങ്ങളെ, മുഹമ്മദ് റിൻഷാദ് ഖാൻ ഇങ്ങനെ സ്വന്തം അമ്മയെക്കുറിച്ച് പറയുന്നവനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
എൻ്റെ ഉമ്മ എന്തുവാ ഉമ്മ വേശിയാണ്, ഉമ്മയുടെ പേര് പുലയാടിയാണ്, പുണ്ടച്ചിയാണ്, പിന്നെ വേശിയാണ്. എനിക്കറിയത്തില്ല എന്താടാ നിന്റെ ഉമ്മയോട് ഇത്ര വൈരാഗ്യം റിൻഷാദേ. ഇങ്ങനെയൊന്നും ഉമ്മമാരെ പറയരുത്, ഇങ്ങനെയൊന്നും പറയരുതല്ലടാ. ഡഡ. അപ്പൊ റിൻഷാദിനെ കണ്ടല്ലോ നിങ്ങള്. ആഹഹഹ. റിൻഷാദ് ഖാന്റെ ഉമ്മ എവിടെ പോയി വേശ്യയാടിയാണ് ഇവനുണ്ടാക്കിയത്? ഏത് ഖാന്റെ കൂടെ പോയിട്ടാണ് ആയിരിക്കും ഉണ്ടാക്കിയത്? ഒരെത്തും പിടിയില്ല. എന്തായാലും കണ്ണനൂരിലുള്ള റിൻഷാദ് ഖാനെ നിന്റെ ഉമ്മ വേശ്യയാണെന്നോ ഉണ്ടച്ചിയാണെന്നോ എന്തൊക്കെയോ നീ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ നാട്ടുകാരെ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് വറി. സമാധാനമായല്ലോ? നിന്റെ ഉമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നീ ആഗ്രഹിച്ചത് നടന്നു കിട്ടിയല്ലോ. എനിക്ക് താങ്ക്സ് പറയാൻ മറക്കരുത് കേട്ടോ. ജസ്റ്റ് ഒരു താങ്ക്സ് പറയണേ റിൻഷാദേ. അല്ല, താങ്ക്സ് പറയാതെ പോകരുത് പ്ലീസ്. അയ്യോ എനിക്ക് വയ്യ. ഉമ്മ കോയമാരുടെ സാധനം ദിവസവും വായിലെടുക്കുന്നു. എനിക്ക് വയ്യ, എൻ്റെ പൊന്നോ എനിക്ക് വയ്യ. ഇവന്റെ ഉമ്മ കണ്ണനല്ലൂരിലെയും മലപ്പുറത്തെയും കോയമാരുടെ സാധനം ദിവസവും വായിലെടുക്കുന്നു. ഇങ്ങനെയൊക്കെ എഴുതാവാടാ ഒരു ഉമ്മയെ കുറിച്ച്. എടാ മുഹമ്മദ് റിൻഷാദ് കണ്ണനല്ലൂരെ, ഇത് എത്ര ലക്ഷം ആൾക്കാരാടാ കാണുന്നത്. നിന്റെ ഉമ്മയെ നീ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതാണോ? അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതാണോ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇവന്റെ ഉമ്മയുടെ കണ്ട കോയമാരുടെ എല്ലാം ഉമ്മ പറവേശിയെന്ന്. റിൻഷാദ് ഖാൻ പറയുവാണേ ഉമ്മ പറവേശിയെന്ന്. കണ്ണനല്ലൂരിലെയും മലപ്പുറത്തെയും സകല കോയമാരുടെയും സാധനം ഉമ്മയുടെ വായിലൊക്കെ എടുക്കുന്നെന്ന് പച്ചക്കിന്ന് എഴുതുപ്പാ ഈ റിൻഷാദ്. പറവെടിയെന്ന് ഉമ്മ. എനിക്ക് വയ്യ എൻ്റെ പൊന്ന് റിൻഷാദേ. മനസ്സിലായോ? എൻ്റെ പൊന്നു റിൻഷാദേ, ഇങ്ങനെയൊക്കെ ഉമ്മയെക്കുറിച്ച് പറയാമോ? എന്തൊക്കെ പേരാ ഉമ്മയ്ക്ക്. ഉമ്മ എന്താ പറന്നു കിടക്കുന്ന വേശിയോ? പറവേശ, പറവെടി. എനിക്ക് ഉമ്മയ്ക്ക് പറ മാത്രമേ ഉള്ളൂ. പറ. കൊക്ക് പറ, കോഴി പറ, ഉമ്മ പറ, പറവേശ ഉമ്മ, പറവേശ ഉമ്മ എന്നാവും പാടുന്നത്. ഉമ്മ പറ, വെടിയുമ്മ പറ. എനിക്ക് വയ്യ. എനിക്ക് വയ്യ. എങ്ങനെ സാധിക്കുന്നടാ ഉവ്വേ ഇങ്ങനെ വന്ന് അടിമേടിക്കാൻ? സ്വന്തം ഉമ്മമാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സ്വന്തം ഉമ്മമാര് വേശികളെന്ന് പറവെടികളെന്ന് എന്തൊക്കെയാ പറയുന്ന ഇവിടെ വന്ന് കിടന്നിട്ട്. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലടാ. പോയിരടാ. ആ മനുഷ്യനുള്ള ബുദ്ധിയെങ്കിലും വെക്കടാ. ഉമ്മ എത്ര പേരെ സൂചിപ്പിച്ചാ കണ്ണനല്ലൂര് ജീവിക്കുന്നതെന്നോ എനിക്കറിയത്തില്ല. നിന്റെ ഉമ്മയോട് തന്നെ ചോദിക്കണം. കണ്ണനല്ലൂരിൽ ഉമ്മ സൂചിപ്പിച്ചാ ജീവിക്കുന്നതെന്ന്. എനിക്ക് വയ്യ. എടാ നിന്നെ കണ്ടിട്ടേ നിന്റെ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്തത് കൊണ്ടാ നീ നിന്റെ ഉമ്മ കണ്ണനല്ലൂരിലുള്ള പറവേശിയാണെന്ന് പറയാൻ ഇവിടെ വന്നത്. പറഞ്ഞ മനസ്സിലായോ? ഒരു മിനിറ്റേ. ഉമ്മ പറ കൂതറ വേശിയാണെന്ന്. ഇനി നിന്റെ ഉമ്മ എന്തൊക്കെ പറയണം? ഉമ്മയും പറക്കൂതറ വേശ, ഭാര്യയും പറക്കൂതറ വേശ, പിന്നെ പോരാത്തതിന് എന്തുവാ എയ്ഡ്സ് വന്ന് രോഗിയായ വേശിയാണോ ഉമ്മ? അതുകൊണ്ടാ ഇവന്റെ മോന്ത എയ്ഡ്സിൽ ഉരുകിപ്പോയതണക്കിരിക്കുന്നത്. അതുകൊണ്ടാ ഇവന്റെ മോന്ത എയ്ഡ്സിനകത്ത് ഉരുകിച്ചത്തണക്കിരിക്കുന്നത്. എന്ത് കണ്ടില്ലേ നിങ്ങള്? ഉമ്മ എയ്ഡ്സ് വന്ന് അപ്പൊ ഉമ്മയ്ക്ക് ബോംബെയിലും കൊൽക്കട്ടയിലും പണി ഉണ്ടായിരുന്നല്ലേ? ചുമ്മാതല്ല പെട്ടെന്ന് ഉമ്മയ്ക്ക് എയ്ഡ്സ് വന്നത്.
ഏ എന്തുവാടാ ഇത് റിൻഷാദേ? റിൻഷാദ് ഖാൻ കണ്ണനല്ലൂർ. എൻ്റെ പേരെന്താണ്? നമുക്ക് അവൻ്റെ പേരൊന്നുകൂടി ഓർമ്മിപ്പിച്ച് നോക്കാം. മുഹമ്മദ് റിൻഷാദ് ഖാൻ കണ്ണനല്ലൂർ. നിനക്ക് മുഹമ്മദ് എന്ന് പേരിട്ടപ്പോഴേ മനസ്സിലായി നിന്റെ ഉമ്മ സത്യത്തിൽ അത് തന്നെയായിരിക്കണമെന്ന്. പറഞ്ഞ മനസ്സിലായോ? കാരണം ആമിനത്താത്തയുടെ പരിപാടി തന്നെ ആയിരിക്കണമല്ലോ നിന്റെ ഉമ്മയ്ക്കും. ഉമ്മേന്റെ വായിൽ പുഴുവായിരിക്കുമെന്ന്. അത് സത്യമാ. വേശ്യയെ വന്ന് എയ്ഡ്സ് ആയി എന്തൊക്കെയാ ഉമ്മയ്ക്ക് പറ്റിയിരിക്കുന്നത്. അപ്പൊ വായിൽ പുഴുവല്ലാതെ എന്തായിരിക്കും? എടാ കൂതറേ, മുഹമ്മദ് റിൻഷാദ് ഖാൻ കണ്ണനല്ലൂരെ, നിന്റെ ഉമ്മ നിനക്ക് മുഹമ്മദ് എന്ന് പേരിട്ടപ്പോഴേ മനസ്സിലായി പറവേശ തന്നെയായിരിക്കും. കാരണം ആമിനത്താത്തയുടെ പേരാണല്ലോ നിന്റെ ഉമ്മയ്ക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവന്റെ വകയായിട്ട് കൊതമതിനെ ഒന്ന് ഏറി കയറ്റിയാലോ? ആമിനത്താത്തയും കൊതമതിനെയും ഇവന്റെ വകയായിട്ട് തന്നെ ഏറി കയറ്റാം. എന്തു പറയുന്നു? അപ്പൊ റിൻഷാദ് വക, മുഹമ്മദ് റിൻഷാദ് കണ്ണനല്ലൂർ വക. നീ ഇവിടെ കിടന്ന് കരയും തോറും നിന്റെ കൊതമതും ആമിനത്താത്തയും ആയിഷയെല്ലാം പറവെടികളായിട്ട് വേഷകളായിട്ട് എന്ത് ചെയ്യും? പറക്കും. നീ കാരണം അവരെല്ലാവരും ഏറിക്കേറും. അപ്പൊ റിൻഷാദ് വകയായിട്ട് നമുക്ക് കൊതമത്, തള്ളാഹുവിന്റെ മോനെ കൊതമത് നബിയെ കാലന്ത് നിലത്തെ ഉറയ്ക്കാത്തെ, അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീറ്റില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനവയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പോൾ കേട്ടു തള്ളാഹുവിന്റെ കക്കൂസിന്ന് ഒടുക്കത പാട്ട്, ആറാണ്ടപ്പന് സൈനബാ മൂടുപോയി. അപ്പൊ ഇവന്റെ വകയായിട്ട് കൊതമതിനെ നമ്മളൊന്ന് ഏറി കയറ്റിയിട്ടുണ്ട്, ഒരു ഭാഗം കൂടി. അപ്പം കൊതമത് ആയിഷ വേശിയാണോ ആമിനത്താത്ത വേശിയാണോ അത് നിന്റെ ഇത്. ഇവിടെ വന്നിട്ട് മുഹമ്മദ് റിൻഷാദ് കണ്ണനല്ലൂർ കരയുകയാണ് ആയിഷ വേശിയാണെന്നും പിന്നെ ആമിനത്താത്ത വേശിയാണെന്നും. എടാ എന്നോട് എന്തിനാടാവെന്ന് പറയുന്നത്? നിങ്ങൾ ആയിഷ വേശിയാണ്, ആമിനത്താത്ത വേശിയാണ്, നിന്റെ ഉമ്മ വേശിയാണ്. ഇതൊക്കെ എന്നോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വേശ്യയുടെ വയറ്റിൽ പിറന്നവനാണ് അവനെന്ന്. ആര്? കൊതമതോ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇവിടെ വന്ന് പബ്ലിസിറ്റി ചെയ്യണോ? മുഹമ്മദ് റിൻഷാദെ, എന്ത് കഷ്ടമെന്ന് പറ. കാണാനായിട്ടേ ദിവസം എത്ര പേർക്ക് കിടന്നു കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ചോദിക്കേണ്ടത് ആമിനത്താത്തയോടല്ലേ, ആയിഷയോടല്ലേ? സഫാന് കിടന്നു കൊടുക്കൂന്നുള്ളത് എനിക്കറിയാമോ? സഫാന് കിടന്നു കൊടുക്കാറുണ്ട് ആയിഷ താത്ത. പിന്നെ സഫാന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോടാ മുഹമ്മദ് റിൻഷാദെ? സഫാന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇർഷാദ് കുന്നംപുറം ദേ വന്നിട്ടുണ്ട് അടുത്ത ആള്. നിങ്ങൾ എന്താ കൊതമതിനെ ഏറിൽ കയറ്റാൻ വേണ്ടിയിട്ട് വല്ല തീരുമാനം എടുത്തിട്ടാണോ വരുന്നത്? ദേ ഇർഷാദ് കുന്നംപുറത്തിനെ ഒന്ന് അവനെ പോയി ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇർഷാദ് കുന്നംപുറത്തിന് തന്റെ ഭാര്യയെ ഒന്ന് ഫേമസ് ആക്കണമെന്ന് ഒറ്റ മോഗ്രഹം. അതൊന്ന് നടത്തിക്കൊടുക്കും. റിൻഷാദെ, മുഹമ്മദ് റിൻഷാദെ വെയിറ്റ്. നമുക്ക് കൊതമതിനെയും ആയിഷയും ആമിനത്താത്ത നിന്റെ ഉമ്മയൊക്കെ നമുക്ക് വേറെ കയറ്റിയിട്ട് പിന്നെ കയറ്റാം. ആദ്യം ഇവനെ കൊണ്ടൊന്ന് കയറ്റിയിട്ട് വരട്ടെ. എന്താ റിൻഷാദ് ചോദിച്ചാൽ? ഇർഷാദ് കുന്നംപുറം എന്താണ്? ഒരു മിനിറ്റ്. ഇർഷാദ് കുന്നംപുറം, കുന്നംപുറം. ഓഹ് എനിക്ക് വയ്യ. ദാ ഇർഷാദ് കുന്നംപുറം പറയുകയാണ്, ഇവരുടെ ഫോട്ടോ ഒന്ന് ഫേമസ് ആക്കി ഫോക്കസ് ആക്കി തന്നോളൂ. ഇർഷാദ് കുന്നംപുറത്തിന്റെ ഈ അടുത്ത് നിൽക്കുന്ന ഭാര്യയുടെ പേര് പൂറി മോള് എന്നാണ്. അപ്പൊ ഒരു ഹായ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താ ഇർഷാദെ? ഡോണ്ട് വെറി ഹായ്. ഭാര്യ പൂറി മോക്ക് ഒരു ഹായ് മതിയോ? മതിയോ മക്കളു? അറിയോ മക്കളെ? നമുക്ക് തന്നോളൂ. ദാ ഇതാണ് മോളാണ് കേട്ടോ. മോളുടെ പേരാണ് പൂറി മോളെന്ന്. അയ്യോ, ഇങ്ങനെയൊന്നും പേരിടരുത് ഇർഷാദെ. മക്കൾക്ക് ഇങ്ങനെയൊക്കെ പേരിടാൻ കൊള്ളാവോ? പൂറി മോളെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇച്ചിരി കടുത്ത കൈയായിപ്പോയി.
സാരമില്ല, നമുക്ക് സിംഗപ്പൂർ, മലപ്പൂർ അല്ല മണിപ്പൂർ എന്നൊക്കെ വിളിക്കുന്നത് പോലെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ താങ്കൾ തങ്ങളുടെ മകൾക്ക് പൂറി എന്നോ ഏത് വേണമെങ്കിലും ഇട്ട് വിളിച്ചോളൂ. അപ്പം മോളെ, പൂറി മോളെ, ഒരു ഹായ് മോക്ക്. മോളുടെ പപ്പയാണ് ഉപ്പയാണ് പറഞ്ഞത് മോൾക്ക് ഒരു ഹായ് പറയണമെന്ന്. ഇർഷാദിന് മോഹം. ഹനീഫ മുഹമ്മദ് പ്രൊഫൈൽ ഇട്ട് വരൂ. ഇനി ആരെങ്കിലും ഉണ്ടോ കരയാനായിട്ട്, മോങ്ങാനായിട്ട്? ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇതിനിടയിൽ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം ചെയ്യുന്ന കണക്കാ. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം ചെയ്യുന്ന കണക്കാ ഇവിടെ വന്നിട്ട് അതിന് എന്തോ പൾസിന്റെ അസുഖത്തിന് മരുന്ന് കച്ചവടം ചെയ്യുന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? കിട്ടിയോ? ബോധിച്ചോ? തൃപ്തിയായല്ലോ? ഇനി വരുന്നവരെല്ലാം വരിവരിയായി വരിക. മനസ്സിലായോ? വരിവരിയായി വന്ന് വേണം പോകാനായിട്ട്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ മക്കളെ? ഇല്ലല്ലോ. എന്നാൽ ഞാൻ നിർത്തി അങ്ങ് പോവാം. സുൽഫിക്കർ അലി, എന്തിനാടി തെമ്മാടിത്തരം പുലമ്പുന്നോ? അയ്യോ, തെമ്മാടിത്തരം ഞാൻ പുലമ്പുമല്ല, നിങ്ങൾ പുലമ്പിയതിനുള്ള മറുപടി ഞാൻ തരുന്നതാ. റാണി ജോസഫ് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. മനസ്സിലായോ? നിങ്ങൾ പറയുന്നതിനുള്ള മറുപടി ഞാൻ തരും. തെമ്മാടിത്തരം നിങ്ങളാ പുലമ്പുന്നത്. നിങ്ങൾ പുലമ്പുന്ന ബഷീർ നെഹിക്കാട്ടിൽ. എടാ, നീ കാട്ടിൽ നിന്നിറങ്ങി ഒന്ന് വീട്ടിൽ പോടാ. നീ കാട്ടിൽ നിന്നിറങ്ങി വീട്ടിൽ പോകാതെ നിന്റെ തലയിൽ മിസൈൽ വീഴുമെന്ന് പറഞ്ഞിട്ട് നീ അവിടെ കിടന്ന് ചലച്ചോണ്ടിരുന്നാലേ മിസൈൽ നിന്റെ തലയ്ക്കകത്തല്ല, നിന്റെ കൊതത്തിനകത്ത് വന്ന് പൊട്ടും. വെറുതെ അവിടെ കിടന്ന് ബഷീർ നെഹിക്കാട്ടിൽ നീ അവിടെ കിടന്ന് എന്ത് ചെയ്യാതെ. മനസ്സിലായോ? ബഷീർ നെഹിക്കാട്ടിൽ നീ അവിടെ കിടന്ന് കരയാതെ. എനിക്ക് വയ്യ, കാട്ടിൽ കിടന്ന് കരയുക. നീ വീട്ടിൽ പോയിരിക്കാനുള്ള വഴി വല്ലതും നോക്ക്, കാട്ടിൽ കിടന്ന് കരയാതെ. ഇനി ആരെങ്കിലും ഉണ്ടോ? തീർന്നല്ലോ. കോയമാർക്കെല്ലാം മതിയായല്ലോ, തൃപ്തിയായല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടൂന്നും അറിയാം, എന്നിട്ടും കോയമാർ വന്നിട്ട് എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂന്നും അറിയാം, എന്നാലും വന്ന് കോയമാർ അടി മേടിക്കാൻ വേണ്ടി നിരന്ന് വരുക. എന്താ ഇത്? അപ്പൂസ് ടൈലർ പിറവം. അപ്പൂസിന്റെ കുഞ്ഞിന് നാളെ ബർത്ത്ഡേ ആണ്. അപ്പം എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. മോനെ ദൈവം, മോനാണോ മോളാണോ അറിയത്തില്ല, എൻ്റെ മോന് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യോം യോം യോമുലേദേത്, യോം യോം യോമുലേദേത്, യോമുലേദേത് സമയ. ഓക്കെ, കൊറിയൻ തടിയനെ പൊക്കി നടക്കുന്നുണ്ടോ ഇനി? അപ്പൊ അവന്റെ കാറ്റും കൂടി തീരുമ്പോഴത്തേക്ക് സമാധാനമാവും മാർക്ക്. അപ്പൊ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ സന്തോഷം ഇത്ര നേരം ലൈവിൽ വന്നിരുന്നത്. അപ്പൊ ഇസ്രായേലിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്, ഇസ്രായേൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുന്നു. സമാധാനത്തോടും സന്തോഷത്തോടും ഇരിക്കും. അബ്ബാസ് ചേ, അയ്യോ ഇവന്മാർ പോകാൻ വിടത്തില്ലല്ലോ. ചേത്തെയിലോ ഛേ, അബ്ബാസ് ചേ ഇൽ അബ്ബാസ്. ഓക്കെ, അബ്ബാസ് ചേ തെയ്യിൽ.
മക്കളൂ, അബ്ബാസ് ചേത്തയിലിനെ ഒന്ന് ഇങ്ങോട്ട് തന്നോളൂ തന്നോളൂ തന്നോളൂ. ഉണ്ടോ? അബ്ബാസ് ചേത്തയിലിനെ നമുക്കൊന്ന് അബ്ബാസ് ചേത്തയിലിന്റെ ഉമ്മാന്റെ മൂലത്തിൽ മിസൈല് വീഴുമെന്ന് എനിക്ക് വയ്യ. എന്റെ സഹോദരങ്ങളെ, ദേ അബ്ബാസ് ചേത്തയിലിന്റെ ഉമ്മാന്റെ മൂലത്തിലോട്ട് ഇറാൻ അയക്കുന്ന മിസൈല് വീഴും. അതുകൊണ്ട് റീന ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാനൊന്ന് പറയണമേ എന്ന് എന്നോട് അപേക്ഷിക്കുക. നിന്റെ തൊട്ടടുത്തുള്ള രാഹുൽ ഗാന്ധിയോടൊന്ന് പറയാത്തെന്തരാ? അവനൊന്ന് സംസാരിച്ചാൽ നടക്കുമായിരിക്കും. നിന്റെ ഉമ്മേന്റെ മൂലത്തിലോട്ട് കയറുന്ന മിസൈല് അതവിടെ പോയി പൊട്ടാതിരിക്കണമെങ്കിൽ. എന്തു പറയുന്നു അബ്ബാസ് ചേത്തയിൽ? ഇസ്രായേൽ അയക്കുന്ന ഇറാനിൽ നിന്നും വരുന്ന ബാലസ്റ്റിക് മിസൈൽ കണ്ണും മൂക്കും ഇല്ലാതെ ഇറാൻ വാരി വലിച്ച് കയറുന്നുണ്ട്. എല്ലാ കുവൈറ്റിലും ബഹ്റിനിലും അവിടെ ഇവിടെയൊക്കെ പോയി വീഴുന്നുണ്ട്. ഇവന്റെ ഉമ്മ ഇനിയിപ്പോ കുവൈറ്റിലോ ബഹ്റിനിലോ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവന്റെ ഉമ്മയുടെ മൂലത്തിലോട്ട് പോയി ആ മിസൈൽ കയറുമെന്നാണ് ഇവൻ പറയുന്നത്. നിന്റെ ഉമ്മയുടെ കൊതം പൊളിയുന്നതിന് എനിക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ രാഹുൽ ഗാന്ധിയോട് പറ, അയാൾക്ക് വല്ലതും വിചാരിച്ച് വല്ലതും നിന്റെ ഉമ്മയുടെ കൊതം പൊളിയുന്നത് നിർത്താൻ പറ്റുമെങ്കിൽ അദ്ദേഹം അത് ചെയ്യട്ടെ. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? രാഹുൽ ഗാന്ധി അടുത്ത് നിർത്തിയിട്ട് എന്നെ വിളിച്ച് കരയുന്നു, റീന റീന എന്റെ ഉമ്മയുടെ കൊതം പൊളി, റീന ഇറാനോട് പറ റീന, എങ്ങനെയെങ്കിലും എന്റെ ഉമ്മേനെ കൊതം പൊളിയാതെ ഒന്ന് രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നോട് കരയുക വന്നിരുന്നിട്ട്. അല്ല, എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളുടെ നേതാവിന് കഴിയാത്തതോ? രാഹുൽ ഗാന്ധി ഇത് ഇവന്റെ കൂടെ നിന്ന് സെൽഫി എടുത്താൽ മാത്രം പോരാ. പറഞ്ഞ മനസ്സിലായോ? ഇവന്റെ ഉമ്മയുടെ കൊതം രക്ഷിക്കേണ്ട കടമയും കൂടി നിനക്കുണ്ട്. ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് നടക്കുമല്ലേ? മനസ്സിലായോ? ഭാവി പ്രധാനമന്ത്രിയും സ്വപ്നം കണ്ട് നടക്കുന്ന മനുഷ്യന് ഒരു ഉപകാരമെങ്കിലും കൂടെ നിന്ന് സെൽഫി എടുക്കുന്നവന്റെ ഉമ്മേന്റെ കൊതം സംരക്ഷിക്കെങ്കിലും ചെയ്യണ്ടേ? ആ ഇറാനോട് പറഞ്ഞ് ബാലസ്റ്റിക് മിസൈൽ അയക്കല്ലേ എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇവന്റെ കരച്ചിലിന് അങ്ങനെയെങ്കിലും ഒരു എന്നോട് വന്ന് കരയണം. അപ്പൊ നിന്നെക്കാളും എനിക്ക് പവർ ഉണ്ടെന്നല്ലേ അവൻ വിശ്വസിക്കുന്നത്? എടാ രാഹുൽ ഗാന്ധി മണ്ട പപ്പു മോനെ, അവന് നിന്നേക്കാളും നിന്റെ കൂടെ നിന്ന് സെൽഫി എടുത്തിട്ട് നിനക്കിട്ട് അവൻ പാഠപണിയുന്നു. എന്നോട് വന്ന് ചോദിക്കുന്നു ഇറാനോട് ഞാൻ സംസാരിച്ച് അവന്റെ ഉമ്മയുടെ കുണ്ടിക്കകത്തോട്ട് വീഴുന്ന ബാലസ്റ്റിക് മിസൈൽ തടയണമെന്ന്. എവിടുത്തെ ന്യായം നോക്കി. അവനിപ്പോ മിക്കവാറും എന്നെ പിടിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇവൻ എനിക്ക് വോട്ടിടുമെന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഇവനെ എനിക്ക് വോട്ടിട്ടുള്ളൂ എന്നാ തോന്നുന്നത്. കൂടെ നിന്നിട്ട് ഈ രാഹുൽ ഗാന്ധിനെ ഇങ്ങനെ നാണക്കെടുത്തുണ്ടായിരുന്നു. ഒരു വാക്ക് അദ്ദേഹത്തോട് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇറാനോട് സംസാരിച്ച് ആ ബാലസ്റ്റിക് മിസൈൽ നിന്റെ ഉമ്മയുടെ മൂലത്തിലോട്ട് കയറാതെ അവൻ സംരക്ഷിക്കത്തില്ലായിരുന്നു. പോടാ. ഇവനെയൊക്കെയാണ് നേതാവായിട്ട് കൊണ്ടു നടക്കുന്നത്. ഉമ്മേന്റെ കൂടെയുള്ള ഉമ്മേന്റെ കൊതം സംരക്ഷിക്കാൻ കഴിയാത്ത ഇവനെയൊക്കെ ഒരു നേതാവെന്ന് കൊണ്ടു നടക്കുന്നു വലിയ കാര്യത്തിന്. ഷാഹുൽ മദീന തൈബ സുധീർ, എന്തിനിത്ര നെഗളിക്കണം പെണ്ണെ? അസുഖം വന്നാൽ ആരും കാണില്ല, പുഴുക്കും ആണോ? വരുമ്പോ നമുക്ക് നോക്കാവേ. ഇപ്പൊ ഉള്ള സമയത്ത് ഞാൻ നെഗളിക്കാം. മനസ്സിലായോ? ഇപ്പൊ ഉള്ള സമയത്ത് ഞാൻ നെഗളിച്ചോളാം. അസുഖം വന്ന് പുഴുക്കുന്ന സമയത്ത് നമുക്ക് കാണാം കേട്ടോ. ഒരു കർത്താവും ഉണ്ടാകില്ല, ശാലോമും കാണില്ല. അത് നിന്റെ കൊതമ്മതിന്റെ അസുഖം വന്ന് പുഴുത്തു നാറിയത് കണക്കല്ല. ആയിഷെ കൊതമ്മതിന് യഹൂദാ സ്ത്രീ വിഷം വെച്ച് കൊടുത്തപ്പോൾ നിന്റെ കൊതമ്മത് പുഴുത്തു നാറിയില്ലേ? ആ കഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിൽ അങ്ങനെയൊന്നും റീനയ്ക്ക് വരാൻ പോണില്ല. നിന്റെ കൊതമ്മത് പുഴുത്തു നാറിയതിന്റെ കാരണമെന്ന് പറയുന്നത് കൊതമ്മതിനൊരു ദൈവമില്ലായിരുന്നു സംരക്ഷിക്കാൻ. എനിക്കൊരു കർത്താവുണ്ട്, അതുകൊണ്ടൊരു ശാലോമും എനിക്കുണ്ട്. പറഞ്ഞ മനസ്സിലായോടാ? ഷഹൂൽ മദീന തൈബ സുധീർ, പിടികിട്ടിയോ? അവന്റെ കോതമ്മത് പുഴുതുനാറിയ കഥ വന്ന് പറയാൻ വന്നിരിക്കുക. എന്റെ കോതമ്മത് റീന കിടത് അവന്റെ യഹൂദാ സ്ത്രീ കൊടുത്ത വിഷം കഴിച്ചിട്ട് എന്റെ കൊതമ്മത് അവിടെ കിടന്ന് യഹൂദാ സ്ത്രീ കൊടുത്ത വിഷം കഴിച്ചിട്ട് എന്റെ കൊതമ്മത് കൃമിയായി പുഴുത്ത് നാറി അവിടെ കിടന്ന് ചത്തതുപോലെ നീ എന്ന് ചാകുമോ എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ, എന്ന് ചോദിക്കുക. എനിക്ക് മരണമൊന്നും ഉണ്ടാകാൻ അങ്ങനെ പുഴുത്ത് നാറി ചാകുന്ന പരിപാടിയൊന്നും എനിക്കില്ല.
ഇതാരടാ, ഇവനാരടാ? ഓ, ഇതാണോ സംഭവം? ഇതാ കൊതമത് പുഴുത്തുനാറി ചത്ത കഥ പറഞ്ഞ ആള് നോക്കണേ. ഏ ആദ്യം പോയി നിന്റെ കൊതമതിന്റെ പുസ്തകം പഠിക്ക്. ഷാഹുൽ മദീന തൈബ സുധീറെ, പോയി നിന്റെ കൊതമതിന്റെ പുസ്തകം പോയി പഠിക്ക്. യഹൂദ സ്ത്രീ കൊടുത്ത വിഷത്തിനകത്ത് എങ്ങനെയാണ് പുഴുത്തുനാറി കൊതമത് ചത്തേന്ന് പറഞ്ഞിട്ട്. അവനൊരു പ്രവാചകനായിരുന്നിട്ട് പോലും ഒരു യഹൂദ സ്ത്രീ കൊടുത്ത വിഷം കൊടുത്തിട്ട് പോലും തിരിച്ചറിയാൻ മുഹമ്മദിന് ഇവിടെ ചർച്ചയില്ലെന്നോ? പിന്നെ നീ എന്തിനാ ഇവിടെ ചർച്ചയ്ക്ക് വന്ന്? എടാ നീ മുഹമ്മദിനിവിടെ ചർച്ചയ്ക്ക് വെക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നത്? ഇവിടെ വന്നിട്ട് നീ പുഴുത്തുനാറി ചാകുന്ന കഥയൊക്കെ പറയുന്നത്? കർത്താവിനെ കുറിച്ച് കർത്താവും ഇല്ല ശാലോമും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളുന്ന എന്തിനാ വന്നിട്ട്? മദീനയിൽ നിന്നും മക്കയിൽ നിന്നും ആട്ടി ഓടിച്ച വർഗം, മക്കയിൽ നിന്നും കൊതമതിനെ അടിച്ചു പുറത്താക്കിയപ്പം കൊതമത് എന്ത് ചെയ്തു? കൊതമത് ഇപ്പൊ ഏറില്ല. നീയൊക്കെ കാരണമാടാ കൊതമത് ഏറി കിടക്കുന്ന. ചുമ്മാതിരിക്കുന്ന എന്നെ കൊണ്ട് കൊതമതിനെ ഏറി കയറ്റിക്കുന്ന നീയൊക്കെ കൂടി ചേർത്തിട്ടാ. ആ കൊതമത് ഉണ്ടല്ലോ, ആ കൊതമത് നിന്നെ ഇപ്പൊ കൈ കിട്ടിയാലുണ്ടല്ലോ, നിനക്ക് വെച്ചിരിക്കുന്ന കൂറിയെ എടുത്തിട്ട് പറയും, എടാ വൃത്തിയേട്ട നായിന്റെ മോനെ, നീ കാരണം നീ പോയി ചുമ്മാ ഇരുന്നവൾക്ക് ചൊറിയാൻ കൊടുത്തു, എന്നെ ഇപ്പൊ ഏറി കയറ്റി എന്ന് പറഞ്ഞിട്ട് കൊതമത് എന്ത് ചെയ്യും? ഷാഹുൽ മദീന തൈബ സുധീറെ, നിനക്ക് വെച്ചിരിക്കുന്ന ഊറിയ വരെ കൊതമത് ഇപ്പൊ എന്ത് ചെയ്യും? എടുത്തോണ്ടങ്ങ് പോകും. കൊതമത് കൃമിയെന്നോ? അവൻ കൃമിയാണ്, അതെനിക്കറിയാമല്ലോ. ഒരു കൃമികടി കുറച്ച് കൂടുതലായിരുന്നു അവന്. ഷാഹുൽ മദീന തൈബ സുധീർ പറയാണ് കൊതമത് ഒരു കൃമിയാണെന്ന്. തള്ളാഹുവിന്റെ മോനെ, കൊതമത് നബിയെ, കാലത്ത് നിലത്തെ ഉറയ്ക്കാത്തെ. അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനവയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പോൾ കേട്ടു തള്ളാവിന്റെ കക്കൂസി നൊടുപ്പ് കഥ പാട്ട്. ആറാണ്ടപ്പന ഓ സൈനബ, മൂടുപോയി. അപ്പം ഈ കൊതമതിന്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് എന്തുവാ എന്റെ പേരെന്തുവാ, ഷാഹുൽ മദീന തൈബ സുധീർ ഇങ്ങോട്ട് വന്നതെങ്കിൽ ആ ചരിത്രം ഉസ്താദ് പോയിരുന്ന് മദ്രസയിൽ പഠിച്ചോളൂ. ഇവിടെ വന്ന് എന്റെ കയ്യിൽ നിന്ന് കേട്ട് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. മനസ്സിലായോ? എന്റെ കയ്യിൽ നിന്നാണ് കേട്ട് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തന്നോളാം. ഡോണ്ട് വറി. നിങ്ങൾ പഠിക്കാത്ത ചരിത്രങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യില്. നിങ്ങൾ പഠിച്ചിട്ടുള്ള മദ്രസയിലെ പഠിത്തമല്ല പഠിത്തം. ഹദീസുകളും ഖുറാന്റെ ആയത്തുകളും ഓടിച്ചു വായിച്ച് അതിൽ നിന്നും അടർത്തിയെടുത്ത പോലെ. നിന്നെ പ്രസവിച്ച അമ്മ എന്ത് പാപം ചെയ്തു? ആരെ? കൊതമതിനെ പ്രസവിച്ച അമ്മ പാപം ചെയ്തു എന്നാ? ഓടി നടന്ന് വെടിവെച്ചിട്ടാടാ ആമിനത്താത്തേക്ക് കൊതമതിനെ ഉണ്ടായേ. അതുകൊണ്ടല്ലേ കുന്നിൻ ചെരുവിലെ ഈന്തപ്പനെ എന്ന് വിളിക്കുന്നേ. അതുകൊണ്ടല്ലേ നീ കൊതമതിനെ ഏറി കയറ്റിയിട്ടേ അടങ്ങത്തോളൂ എന്നാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നീ ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന് ഇവിടെ കരഞ്ഞോ? ഞാനും വാക്കിന് കൊടുത്തോണ്ടേ ഇരുന്നോളാം. നിന്റെ ഉമ്മ ആയിഷയെ കൊതമതിനെ പ്രസവിച്ചിട്ട് ആമിനത്താത്ത പാപം ചെയ്തു. അതുകൊണ്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഉസ്താദെ പോയിരുന്ന് മദ്രസയിൽ വല്ലതും ഉണ്ടെങ്കിൽ പോയിരുന്ന് പഠിപ്പിക്കും, ഇങ്ങോട്ട് വരല്ലേ. നിന്നെപ്പോലെ തെറി വിളിക്കാൻ നിന്റെ സംസ്കാരമല്ല ഇസ്ലാം. ആഹാ, കണ്ടു ഇറന്ന് അടി വാങ്ങിച്ചോണ്ട് പോകുന്നത് മുഴുവനും. ഇവിടെ സ്വന്തം ഉമ്മാമാരെ വന്ന് വിളിക്കുക പറവേശ, പൊലയാടിച്ചി, പൂറി എന്നൊക്കെ വിളിക്കുന്നത് പിന്നെ ആരുടെ സംസ്കാരമാണ്? ഊളെ, നിന്റെ ഇസ്ലാം മതക്കാർ തന്നെ ഇതിനകത്ത് വന്ന് മുഴുവനും തെറിയോടെ പൂരം വിളി. മനസ്സിലായോ? അതെ, ആ ഗർഭം കൂടി പറഞ്ഞു കൊടുക്കാം. അതെ, എന്നെ പറഞ്ഞു കൊടുക്കാം. 4 വർഷം വയറ്റിൽ കൊണ്ട് നടന്ന ഗർഭം. കൊതമതിനെ വെളുപ്പിക്കാൻ ആമിനാത്താത്തയെ വെളുപ്പിക്കണം. ആമിനാത്താത്ത കുന്നിൻ ചെരുവിൽ ഓടി നടന്ന് വെടിവെച്ച് പറവടി തള്ളയാണെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ദിവ്യഗർഭം 4 വർഷം കൊണ്ടു നടന്ന ഗർഭവാ. മദ്രസയിൽ പഠിപ്പിച്ച പാഠവാ. ഉസ്താദേ ഉസ്താദേ ഉസ്താദേ, എന്റെ കൊതമതിന് ആമിനത്താത്ത 4 വർഷം, അബ്ദുള്ള മരിച്ചതിന് ശേഷം 4 വർഷം കഴിഞ്ഞിട്ടാണല്ലോ എന്റെ ആമിനത്താത്ത പ്രസവിക്കുന്നത്. അതെങ്ങനെയാണ്? 6 മാസം മാത്രം കൂടെ ഉണ്ടായിരുന്നു.
അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷം ആമിനത്താത്തയ്ക്ക് ഗർഭമുണ്ടായി. അതെങ്ങനെയാണ് ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്ത മറുപടി, ഓ ദിവ്യ ഗർഭം കൊണ്ട് നടക്കുകയായിരുന്നു ശാന്തി, മുഹമ്മദേ, കൊതമതേ, മുനീറേ, സലാവുദ്ദീനെ നിങ്ങളെല്ലാം അറിഞ്ഞോ? നമ്മുടെ ആയിഷ ആമിനത്താത്ത 4 വർഷത്തെ ദിവ്യഗർഭമാണ് കൊണ്ടു നടന്നത്. അങ്ങനെ 4 വർഷത്തെ ദിവ്യഗർഭത്തിൽ ഉണ്ടായി വന്ന ഒരു ദിവ്യ സന്തതിയാണ് നമ്മുടെ കൊതമത് എന്നല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നേ. ഷഹൂൽ മദീന തൈബാർ ജൂത ശ്രീ നബിയെ തുപ്പിയിട്ടുണ്ട്. അയ്യോ എന്ത് അവനെ കാർക്കിച്ച് തുപ്പിയതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നീ തന്നെ പറഞ്ഞല്ലോ, ഇതേ കണ്ടല്ലോ, ഷഹൂൽ മദീന തൈബാർ സുധീർ പറയുകയാണ് ജൂത സ്ത്രീ മുഹമ്മദിനെ തുപ്പിയിട്ടുണ്ടെന്ന്. അവനെ തുപ്പിയുക മാത്രമല്ല, തീട്ടം വാരി അടിച്ചിട്ടുണ്ട്. അതറിയാമോ നിനക്ക്? ആ കഥ അറിയാമോ? നമ്മുടെ അടുത്ത് ഇവിടെ വന്ന് പറയുകയാണ് മുഹമ്മദിനെ തുപ്പിയ കഥ മാത്രം പറയുകയാണ് ജൂതസ്ത്രീയുടെ തീട്ടവും മൂത്രവും വരെ കുടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കൊതമതിനെ. ജൂതസ്ത്രീ തുപ്പിയിട്ടുമുണ്ട്. നീ പറഞ്ഞ സത്യമാണ്. ഇനി തീട്ടം വാരി അടിച്ച കാര്യം നിനക്ക് അറിയത്തില്ലേ? തുപ്പിയ കഥ മാത്രമേ നിനക്കറിയത്തുള്ളൂ. ഷഹൂൽ മദീന തൈബാർ സുധീർ പറയുകയാണ് ജൂതസ്ത്രീ നബിയെ തുപ്പിയിട്ടുണ്ട്. ബട്ട് അവളെ കാണാൻ പോയ നബി നിനക്കൊന്നുമല്ല. എന്നിട്ടും അവളെ കാണാൻ പോയി. എന്തിനാ? ഒന്ന് കൊതഭോഗം നടത്താമോ എന്ന് പോയി നോക്കിയതാ. പക്ഷെ അവൾ എന്ത് ചെയ്യാനാ? വിഷം വെച്ചങ്ങ് കൊടുത്തു. ജൂതശ്രീ അബ്ദുൾ ഷമീർ ഇതാ വന്നു അടുത്ത ആള്. ജൂതസ്ത്രീ ഇതേ അവനെ വിളിക്കണമെന്ന് ഉസ്താദ് നമ്പർ ഇട്ടിട്ടുണ്ട്. വിളിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഉസ്താദിനെ പോയി വിളിച്ചോളൂ. അവള് പുഴുത്തപ്പോൾ പോയി കണ്ട് പ്രാർത്ഥിച്ചു എന്നോ? അതാ പുഴുത്തുനാറി ചത്തത് നമ്മുടെ കൊതമതാണ്. ജൂതസ്ത്രീ കൊടുത്തടാ പോടാ ഊള, അടി വാങ്ങിച്ച് ചാകാതെ പോടാ എഴുന്നേറ്റ് വൃത്തിയേട്ടവനെ. നാണം കെടുവ ഉസ്താദിവിടെ ജൂതസ്ത്രീ വിഷം വെച്ച് കൊടുത്തിട്ട് തൊണ്ട പൊട്ടി അവസാനം കിടപ്പി കിടന്ന് പുഴുത്തുനാറി ചത്ത കഥ എന്ന് പറയാൻ ഇങ്ങോട്ട് വന്നിരിക്കുക. ജൂതസ്ത്രീ മുഹമ്മദിനെ തുപ്പിയിട്ടുണ്ടെന്ന്. തുപ്പുക മാത്രമല്ല ചെയ്തത്, മുഹമ്മദിനെ തീട്ടം വാരി വരെ അടിച്ചിട്ടുണ്ട് ജൂതസ്ത്രീ. ഉസ്താദ്, എന്റെ കോയമാരെ, നിങ്ങൾക്ക് വല്ല അറിയാമോ ജൂതസ്ത്രീ തുപ്പിയ കാര്യം? കൊതമ നിങ്ങളുടെ കണ്ണിലുണ്ണിയായ, പൊന്നിന് പൊന്നായ, മുത്തിന് മുത്തായ മുത്തുനബിയെ ജൂതസ്ത്രീ തുപ്പിയ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഉസ്താദ് തന്നെ പറയുന്നത് കേട്ടുകൊള്ളൂ. ഷഹൂൽ മദീന തൈബാർ സുധീർ പറയുന്നത് കേൾക്കൂ. മുഹമ്മദിനെ കൊതമ്മദിനെ ഒരു ജൂതസ്ത്രീയുടെ എന്ന് പറഞ്ഞ് കാർക്കിച്ചൊരു മുഖത്തൊരു തുപ്പ് കൊടുക്കണമെങ്കിൽ തുപ്പ് മാത്രമല്ല തീട്ടവും വാരി അടിച്ചിട്ടുണ്ട്. ആ കഥ നീ പോയി ബുഖാരിയിൽ പോയി തപ്പി നോക്കുക, അതിനകത്തുണ്ട് ജൂതസ്ത്രീ തീട്ടം വാരി അടിച്ച കഥ. അതറിയത്തില്ലേ? അപ്പൊ അതറിയത്തില്ലെങ്കിൽ അതും പോയിരുന്ന് പഠിക്കേ. മനസ്സിലായോ? സഹോദരി ചിരി നിർത്തി, വേറെ ഒന്നും പറയാൻ അറിയില്ലേ? നീയല്ലേ ചോദിക്കുന്നതിനല്ലേ ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരി ചിരി നിർത്തി, വേറൊന്നും പറയാൻ അറിയില്ലേന്ന്. നീ ചോദിക്കുന്നതിനെല്ലാം ഞാൻ ഉത്തരം പറയുന്നില്ലേ? ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? എടാ പോടാ പോയി വല്ല പണിയും നോക്കടാ. ഞാനാ പറയുന്നത്, നീ അധികം നെഗളിക്കണ്ട. എന്റെ ദൈവമേ, ശാപം. എന്റെ പൊന്നു മോനെ, 4 വർഷം 5 വർഷമായി ഒരു മിസൈൽ ഇവിടെ തലയിൽ വീഴുമോ? ഒരു മിസൈൽ. നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നിനക്ക് നോമ്പല്ലേ? എടാ ഷാഹൂൽ മദീന തൈബാർ സുധീറെ, നീ നോമ്പിനല്ലേ? നിങ്ങൾക്ക് ഹറാമല്ലേ ഈ വന്ന് ഇങ്ങനെ ഇരുന്ന് അടിമേടിക്കുന്നത്? ഹറാമല്ലേ? നീ ഒരു കാര്യം പോയിരുന്ന് തൗബ ചെയ്യേ. നിന്റെ പേര് തന്നെ തൈബ എന്നാണ്. അപ്പൊ തൈബ പോയിരുന്ന് തൗബ ചെയ്യേ. തള്ളാഹുവേ ഈ പെണ്ണിന്റെ തലയ്ക്കകത്തൊരു മിസൈൽ വരട്ടെ, ഇറാന്റെ മിസൈലിന്റെ ബാക്കിയെങ്കിലും ഇവിടെ തലയിൽ വന്ന് വീഴട്ടെ, ഇങ്ങനെ ഇവള് തീരട്ടെ എന്ന് പറഞ്ഞെങ്കിലും പോയിരുന്ന് തൗബ ചെയ്യടാ. ഇവിടെ ഇരുന്ന് കമന്റ് ഇട്ട് അടികൊണ്ട് ചാകാതെ പോടാ പോ. ഞാനാ പറയുന്നത്, നീ അധികം കളിക്കേണ്ടെന്ന്. 1 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടോ? അതോ 6 മാസമോ? ഒരു കാലഘട്ടം പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഡയറിക്കകത്ത് എഴുതി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നു.
യേസു ജേക്കബ്, ജെറുസലേമിലെല്ലാം ശാന്തമാണ്. ആ ജൂത സ്ത്രീയുടെ പിൻഗാമി നീയല്ല, നീ ക്രിസ്ത്യാനിയാണ്. ജൂതന്റെ അടിയും വാങ്ങിച്ച് ഇരുന്ന് മോങ്ങിയിട്ട് പറയുന്ന പറച്ചില് കേട്ടില്ലേ? നീ ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളണോ? ഓ, ജൂത സ്ത്രീ തുപ്പിയതാണ്, ആ തുപ്പലിനെ വിലയുള്ളൂ. കൊതമ്മതിന് ക്രിസ്ത്യാനി തുപ്പിയാൽ തുപ്പലിന് വിലയില്ലെന്നാ തോന്നുന്നു. കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടി പാടി കോയ മുക്കിത്തൂറ് 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 കോയ മുക്കിത്തൂറ് 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 കൊതമത് കോയ കടലിൽ തൂറാൻ പോയപ്പോൾ മാനത്തെ കൂറികളെല്ലാം കൈകൊട്ടിപ്പാടി കോയ മുക്കിത്തൂറ് 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 കോയ മുക്കിത്തൂറ് 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 മുക്കിത്തൂറ്. അങ്ങനെ കോയ മുക്കി തൂറി എറിഞ്ഞ സാധനമാണ് തൂറാൻ. അത് നീ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ബുദ്ധിയും ബോധവും ഉദിക്കാത്തത്. അതുകൊണ്ടാണ് കോയ നീ ഇങ്ങനെ വന്നിരുന്ന് അടി മേടിക്കുന്നത്. നിന്നിപ്പോ എത്ര പേരാടാ കാണുന്ന ഓടിതട നീ അടി ഓടുന്നത്? ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? കോയക്ക് ഇതുവരേക്കും കാര്യം പിടികിട്ടിയിട്ടില്ല. യേസോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു ആ കാര്യങ്ങള്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ശരി. എല്ലാവർക്കും സന്തോഷം, സമാധാനം, തൃപ്തി. അപ്പോൾ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങൂ നല്ലതുപോലെ. ഇന്ന് ആവശ്യത്തിനകം യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധസമയത്തിൽ യുദ്ധം വളരെ നന്നായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാം പോയി സുഖമായി കിടന്നുറങ്ങും സഹോദരങ്ങളെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ലഹിത്രോത്ത്. ഓക്കെ, ക്രിസ്ത്യാനിക്ക് വിവരം വെച്ചത് കൊണ്ടാ അടികൊണ്ട് ജാകുന്ന നീയൊക്കെ. അവിടെ നിന്ന് മാറിന്ന് കരയടാ, പടാ പടാ പടാ, മാറിന്ന് കരച്ചല്ലേ.